എല്ലാവർക്കും സ്നേഹവന്ദനം. വളരെ നാളുകൾക്ക് ശേഷമാണ് പാസ്റ്റർ ഷിബു പീഡിയക്കലുമായിട്ട് ഒരു ലൈവിൽ വരുന്നത്. അപ്പോൾ ഇന്ന് മാർപ്പാപ്പയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ അന്തരിച്ച മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ശവസംസ്കാര ശുശ്രൂഷകളൊക്കെ നടന്നു. ലോകത്തിന്റെ 120 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, 60 രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്ര തലവന്മാരും ബാക്കി എല്ലാവരും കൂടെ ചേർന്ന് ഏതാണ്ട് 120 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ പങ്കെടുത്തു. വളരെ പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു യാത്രയപ്പ് കൊടുത്തു. അപ്പോൾ അതൊക്കെ നമ്മളെല്ലാം ലൈവായിട്ട് കണ്ടുകൊണ്ടിരുന്നതാണ്. എന്നാൽ ഇന്ന് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ചൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ വെച്ചിരിക്കുന്ന ടോപ്പിക് ഇതാണ്: പോപ്പ് ഒരു ഇസ്ലാമിക് ചാരനായിരുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പൊ ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാനായിട്ട് കടന്നു വന്നിട്ടുള്ളത് പാസ്റ്റർ ഷിബു പീഡിയക്കലാണ്. ഗ്ലോറിയസ് ഗോസ്പലിന്റെ സീനിയർ പാസ്റ്ററാണ്. അതോടൊപ്പം അമേരിക്കയിൽ താമസിച്ചുകൊണ്ട് അവിടെ ആയിരിക്കുന്നു. സോഷ്യൽ മീഡിയകളിലും മറ്റ് എല്ലാ മേഖലകളിലും ലൈവായി നിൽക്കുന്ന ഷിബു പാസ്റ്റർ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യകതയില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും ഞാൻ ഗോസ്പൽ TV UP എന്ന യൂട്യൂബ് ചാനലിന് വേണ്ടി ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്ററെ കാണുമ്പോൾ എപ്പോഴും എനിക്ക് ആ താടി കാണുമ്പോൾ വലിയൊരു സന്തോഷമുണ്ട്. കാരണം അതൊക്കെ ഒരു യേശുവിന്റെ ശിഷ്യന്മാരുടെയൊക്കെ ഒരു ഓർമ്മ ഇങ്ങനെ വരാറുണ്ട്. അവരും താടിയുള്ളവരായിരുന്നു എന്നൊക്കെ ഉള്ളൊരു അഭിപ്രായമുണ്ട്. എന്തായാലും നമുക്ക് ആരംഭിക്കാം. പിന്നെ എന്നാണ് വിശേഷങ്ങളൊക്കെ? എല്ലാം നല്ല വിശേഷമല്ലേ? അച്ഛാ, നല്ലൊരു സീനറി ആണല്ലോ അവിടെ കാണുന്നത്. അത് എവിടെയാ ഇരിക്കുന്നത്? വീടിന്റെ തിണ്ണേല്. അച്ഛാ, അപ്പൊ എന്തായാലും നമുക്ക് ആരംഭിക്കാം. ഈ മാർപ്പാപ്പ അല്ലെ പോപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന, അല്ലെ ഈ പോപ്പ് എന്ന് പറയുന്ന വ്യക്തി ആരാണ്? എന്താണ് അദ്ദേഹത്തിന്റെ ഒരു അധികാര പരിധി? അത് ഈ മാർപ്പാപ്പ എന്നുള്ള അത് തെറ്റാണ്. കാരണം അങ്ങനെ ഒരു സംഭവം ഇല്ല. അത് ഈ പത്രങ്ങളൊക്കെ എഴുതി ഈ ആക്ച്വലി പൗരസ്ത്യ സഭകളുടെ പിതാക്കന്മാരെ വിളിക്കുന്ന മാർ. ഇപ്പം നമുക്ക് മാർ എന്നുള്ള പേര് നമുക്ക് ഈ ബിഷപ്പുമാരെ വിളിക്കുന്നതായിട്ടുണ്ട്. നമ്മൾ കേരളത്തിലെ ബിഷപ്പുമാരെ മാർ കുര്യാക്കോസ് അല്ലെങ്കിൽ മാർ അത്താനാഷ്യോസ് എന്നൊക്കെ പറഞ്ഞ. അപ്പൊ അതാണ് മാർ എന്നുള്ളത്. അപ്പൊ ഈ സത്യത്തിൽ ഈ കത്തോലിക്ക സഭയുടെ അധ്യക്ഷൻ പോപ്പ് അല്ലെ പാപ്പ എന്ന് പറയും. അപ്പൊ അതിനെ ഇവിടെ പൗരസ്ത്യമായിട്ട് ബ്ലിങ്ക് ചെയ്തിട്ട് മാർ പാപ്പ എന്നാക്കുക. അങ്ങനെ ഈ മാർ പാപ്പ എന്നുള്ള വാക്കുണ്ടായി വന്നു. അത് കേരളത്തിന് പുറത്തൊന്നും ആരും പറയുന്ന വാക്കല്ല. പോപ്പ് എന്നുള്ളതാണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള വിളി. പോപ്പ് എന്ന് പറഞ്ഞാൽ പിതാവ് എന്നുള്ളതാണ്. അല്ല, ഈ പോപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മാർപ്പാപ്പ എന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയേക്കുന്നത് മലയാളത്തില്. അതെ, മാർപ്പാപ്പ എന്നുള്ളത് ഈ കേരളത്തിൽ രൂപപ്പെട്ട ഒരു പദമാണ് ഞാൻ പറഞ്ഞത്. അത് തെറ്റാണെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ശരിക്കും ഒഫീഷ്യൽ കത്തോലിക്ക ഡോക്യുമെന്റിലൊന്നും ചോദിച്ചാൽ അവർക്കറിയത്തില്ല. ഇപ്പൊ നമുക്കിപ്പോ ഒരു ലാറ്റിൻകാരനോടോ അല്ല ചെന്ന് മാർപ്പാപ്പ എന്ന് പറഞ്ഞാൽ അതാരാ ഊസി എന്ന് ചോദിക്കും. നമ്മുടെ മലയാളികളുടെ ഇടയിൽ ഉണ്ടായി വന്നൊരു സംഭവം മാർപ്പാപ്പാന്നേ. മനസ്സിലായോ? പോപ്പ് എന്നാണ് നമ്മൾ ശരിക്കും പറയേണ്ടത്. പോപ്പ് ഫ്രാൻസിസ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ അദ്ദേഹത്തെ അഡ്രസ് ചെയ്തത്. പറഞ്ഞു മാർപ്പാപ്പ എന്നുള്ളത് നമ്മൾ മാത്രമേ പറയുന്നുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പൊ ഇത് ഇങ്ങനെ ഒരു പേരുണ്ടാകാനുള്ള ഒരു എന്തെങ്കിലും ഒരു പശ്ചാത്തലമോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ? ഇല്ല, അത് ഈ പാത്രിയർക്കീസ് എന്നുള്ളതാണ്. ശരിക്കും അദ്ദേഹം പാത്രിയർക്കീസ് ആണ്, റോമിലെ പാത്രിയർക്കീസ് ആണ്. ആദിമകാലത്ത് ഈ 4 ഭാഗങ്ങളിലെ ദൈവത്തിന്റെ സഭയ്ക്ക് 4 പാത്രിയർക്കീസുമാര് ഉണ്ടായിരുന്നു. അത് അന്ത്യോക്യ, അലക്സാണ്ട്രിയ, റോം, കോൺസ്റ്റാന്റിനോപ്പിൾ. ഈ 4 സിറ്റിയിൽ 4 പാത്രിയാർക്കുമാരാണ്. 4 പാട്രിയാർക്കേറ്റ് ആണ്, അല്ലെങ്കിൽ 4C, 4 അപ്പോസ്തോലിക് സീസ് എന്നാ പറയുന്നത്. അപ്പൊ ഈ 4 സിയും 4 പാത്രിയർക്കീസുമാരാണ്. അപ്പൊ അന്ത്യോക്യയിലെ പാത്രിയർക്കീസ്, അലക്സാണ്ട്രിയയിലെ പാത്രിയർക്കീസ്, റോമിലെ പാത്രിയർക്കീസ്, കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയർക്കീസ്. ഇങ്ങനെ 4 പാത്രിയർക്കീസുമാരുണ്ട്. അതിലെ ആദ്യം ഈ പോപ്പ് എന്നുള്ള പേരെടുക്കുന്ന അലക്സാണ്ട്രിയൻ പാത്രിയർക്കീസാണ്. അലക്സാണ്ട്രിയൻ പാത്രിയർക്കീസിനെ പോപ്പ് എന്ന് വിളിക്കാൻ തുടങ്ങി കുറെ കഴിഞ്ഞപ്പം ഈ റോമിലെ പാത്രിയർക്കീസും പോപ്പ് എന്ന് പേരെടുത്തു. ഇപ്പം കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയുടെ അധ്യക്ഷനും പോപ്പ് എന്നാണ് അവരെ വിളി. പോപ്പ് എന്ന് പറഞ്ഞാൽ പിതാവെന്നേ ഉള്ളൂ, കുറെ കൂടെ ഒരു ചെല്ലപ്പേര് എന്നേ ഉള്ളൂ.
പാട്രിയാർക്കീസ് എന്ന് പറയുന്നതിനേക്കാൾ ഒരു ചുരുക്കിയ ഒരു അത് തത്തുല്യമായ അർത്ഥമുള്ള ഒരു വാക്ക് ത്രൂ. അല്ല, ഈ റോമിലെ ബിഷപ്പ് പിന്നീട് ഈ പോപ്പായിട്ട് സ്വയം പ്രഖ്യാപിക്കപ്പെടുവാണോ അതോ സഭയെടുത്ത തീരുമാനമാണോ? റോമിലെ പത്രോസിന്റെ പിൻഗാമി എന്ന് പറയുമ്പോൾ റോമിലെ അധികാരിയാണല്ലോ ശരിക്കും പറഞ്ഞ. ഈ പത്രോസ് അതിന്റെ കൂട്ടത്തിൽ പറയേ, പത്രോസ് ഈ റോം സന്ദർശിച്ചിട്ടുണ്ടോ? ഉണ്ട്. അല്ല, ഈ പത്രോസിന്റെ പിന്തുടർച്ചക്കാരനാണെന്നാണ് പോപ്പിനെ കുറിച്ച് പറയുന്നത്. അതിൽ ഉള്ള യാഥാർത്ഥ്യം എന്താണ്? പത്രോസിന്റെ പിന്തുടർച്ചക്കാരനാണ് പോപ്പ്. അത് ഈ പത്രോസ് ലീഹ റോമിൽ പോയിട്ടില്ലെന്ന് ഈ അടുത്ത കാലത്തൊരു മെത്രാച്ചന്റെ വീഡിയോ ഞാൻ കണ്ടു. അപ്പൊ അദ്ദേഹം പറയാണ്, ഞാൻ പഠിച്ചിട്ടൊന്നും കണ്ടില്ല. അപ്പൊ അദ്ദേഹം എന്തൊക്കെയാ പഠിച്ചത് എനിക്കറിയത്തില്ല. ഏതായാലും പിന്നെ ആ മെത്രാച്ചൻ പറയുന്നുണ്ട് പത്രോസിന്റെ ഒരു കല്ലറയോ മറ്റോ റോമിലുണ്ടെന്ന്. അപ്പൊ അവിടെ പോകാത്ത ആളുടെ കല്ലറ എങ്ങനെ അവിടെ വന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ പത്രോസിലെ റോമിൽ പോയി, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാനം റോമിലായിരുന്നു. അവിടെ വെച്ച് അദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ചു, അവിടെ സംസ്കരിക്കപ്പെട്ടു. ആ പത്രോസിന്റെയും പൗലൂസിന്റെയും കല്ലറ, അല്ലെങ്കിൽ അവർ രണ്ടും അടക്കപ്പെട്ടത് റോമിലാണ്. അല്ല, ഇപ്പോഴും ആ കല്ലറ നിലവിൽ നമുക്ക് കാണാൻ പറ്റുമോ? ഉണ്ടോ സംഭവം നിലവിൽ? അത് അവരെ അടയ്ക്കുന്നതെന്ന് പറയുന്ന ഒരു സ്ഥലം അവർ സംരക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ പൗലുസ്ലിയുടെയൊന്നും കബറിടം കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം പിന്നീട് നടത്തിയ തെരച്ചിലൊന്നും കണ്ടുപിടിച്ചില്ല. ഇപ്പൊ അവരുടെ നാമത്തിൽ അസൈൻ ചെയ്ത സ്ഥലമുണ്ട് അവരുടെ സ്മരണയ്ക്ക് വേണ്ടി, അല്ലാതെ അവരുടെ അസ്ഥികളോ ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. ശരിക്കും ഞാൻ ഈ പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ ശവസംസ്കാര ശുശ്രൂഷയായി ബന്ധപ്പെട്ടാണ് ഈ ലൈവിലാണെങ്കിൽ ചർച്ചും അവിടുത്തെ ഈ സെന്റ് പീറ്റർ ബെസിലിക്കൊക്കെ ഒന്ന് കാണുന്നത്. ശരിക്കും പറഞ്ഞ വീഡിയോ കണ്ടപ്പോ തന്നെ ശരിക്കും പറഞ്ഞ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇത്ര വലിയ ഉയരം അവിടെ പോയിട്ടുണ്ടോ? അതിനെ കുറിച്ചൊന്ന് പറയാവോ? എത്ര വലിയ ഉയരം, കൊത്തുപണികള് എല്ലാം കൂടെ കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി ഞാൻ. അതെ, അത് പിന്നെ 15-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ്. അത് വളരെ കോടിക്കണക്കിന് പണം ചെലവഴിച്ച്, അതുപോലെ ലോകപ്രസിദ്ധ ചിത്രകാരന്മാര്, ശില്പി മൈക്കൽ ആഞ്ചലോയെ പോലെയൊക്കെയുള്ള ശില്പികളും ഒക്കെ ചേർന്നിട്ടാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. അത് വലിയൊരു അത്ഭുതമല്ലേ, ലോകത്തിലെ വലിയൊരു അത്ഭുതമാണ്. അപ്പൊ അത് റോമിന്റെ പ്രൗഢി ഈ സഭയിലൂടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതിന് കോടാനുകോടി പണമാണ് അതിന് ചെലവഴിച്ചത്. അതിന്റെ നിർമ്മാണമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വന്ന ആരോപണങ്ങളൊക്കെ തുടർന്നാണ് ഈ പ്രൊട്ടസ്റ്റന്റ് നവീകരണമൊക്കെ ഉണ്ടായത്. കാരണം അന്ന് ഈ പാപമോചന പത്രം, ദണ്ഡ വിമോചന പത്രം വിറ്റ് പണം കളക്ട് ചെയ്തു ഈ സെയിന്റ് പീറ്റേഴ്സ് ബെസിലിക്കൊക്കെ പണിയാൻ. അപ്പൊ അതിലൊക്കെയാണ് ആളുകളുടെ രോഷമാണ് പൊട്ടി ഒഴുകി പ്രൊട്ടസ്റ്റന്റ് വിപ്ലവം ഉണ്ടായി എന്നൊക്കെ പറയുന്നത്. സത്യത്തിൽ ഇപ്പം ആളുകളുടെ ഇരിക്കുന്ന പൈസ ഒരു പ്രയോജനം ഇല്ലാതെ വീട്ടിൽ ഇരിക്കുന്ന പൈസ മേടിച്ചൊരു പള്ളി പണിയുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, നല്ല കാര്യമല്ലേ. അപ്പൊ അത് അങ്ങനെ കണ്ടാ പോരെ? അല്ല, അത് അങ്ങനെ നമ്മൾ കണ്ടാൽ പറ്റിയല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇത് ഒരു ലോകാത്ഭുതം പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും വലിയ തൂണുകള്, വലിയ ഉയരം, ഇതെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വാസ്തവത്തില് അത്ഭുതപ്പെട്ടു പോയി. അപ്പൊ നേരിട്ട് കണ്ടാൽ എന്തായിരിക്കും അവസ്ഥ? അതെ, അത് ഞാൻ പറഞ്ഞത്, നേരിട്ട് കണ്ടാൽ അതുപോലെ തന്നെ അത്ഭുതം നമുക്കുണ്ടാക്കും. അപ്പൊ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായത്, അങ്ങനെ ഒരു കളക്ഷൻ ഒക്കെ എടുത്ത് അവരത് പണിതുകൊണ്ടല്ലേ. അന്ന് അത് ചെയ്തില്ലെങ്കിൽ വല്ല ഉണ്ടാകുമായിരുന്നു. നമ്മുടെ പെന്തക്കോസ്തുകാരുടെ ഒരു ഹോള് പോലെ അവിടെ ഇരുന്നേനെ. അത് നന്നായി പണിത്. അതുപോലെ പെന്തക്കോസ്തുകാർ ഇപ്പൊ വലിയ ഹോള് പണിയുന്നുണ്ട്. ബാംഗ്ലൂരിൽ 100 കോടി രൂപ മുടക്കിയ സ്ഥലം മേടിച്ചേക്കുന്നത്. ഹൈദരാബാദിലും പണിയുന്നുണ്ട് വലിയ പറഞ്ഞു. 100 കോടി രൂപ മുടക്കിയ. 100 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പോലെ ഒരാൾക്കെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ അത്ഭുതത്തോടു കൂടി നോക്കി കാണുന്നതാ. ഒരു 100 കോടി രൂപയുടെ ഒരു ചർച്ചൊക്കെ പണിയാന്ന് പറഞ്ഞാൽ. ഹൈദരാബാദില് അതിനേക്കാൾ 1000 കോടിയുടെ പണിയുന്നത്. ഹൈദരാബാദിലൊരു ചർച്ച സതീഷ് സതീഷിന്റെ തന്നെയല്ലേ, വേറൊരു ചർച്ച ഉണ്ട് അവിടുത്തെ ജഗൻമോഹൻ റെഡ്ഡിയുടെ ഒക്കെ പൊക്കൊണ്ട്, അതും വലിയ ചർച്ച. അല്ല, ഇതൊക്കെ പണിയിട്ടോ നല്ല കാര്യമാണ്. അപ്പൊ റോമിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ആ പഴയ റോമൻ സാമ്രാജ്യത്തിന്റെ അതേ ഒരു ഗരിമയിലാണ് റോമൻ ചർച്ചിന്റെ ആസ്ഥാനവും നിൽക്കുന്നത്. ഓക്കെ, ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഈ ഇറ്റലിയുടെ തലസ്ഥാനമാണല്ലോ ഈ റോം. ആ റോമിന്റെ അകത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണല്ലോ ഈ വത്തിക്കാൻ. ഇതെങ്ങനെയാണ് ഇത്രയും ഒരു, ഞാൻ മനസ്സിലാക്കുന്നത് 121 ഏക്കർ സ്ഥലമുള്ളൂ, അതായത് 48 ഹെക്ടർ, അതായത് 0.49 സ്ക്വയർ കിലോമീറ്റർ.
അപ്പോൾ 121 ഏക്കർ സ്ഥലമുള്ള ഈ വത്തിക്കാൻ എന്ന് പറയുന്ന രാജ്യം, അപ്പൊ ഈ 121 ഏക്കർ ഇത് എങ്ങനെയാണ് ഈ റോമിന്റെ അകത്ത് ഇത് സെപ്പറേറ്റ് ആയത്? അത് ഇറ്റലിയുടെ തലസ്ഥാനമാണ് റോം. റോമിന്റെ അകത്ത് എങ്ങനെയാണ് ഇത് സെപ്പറേറ്റ് ആയത്? അത് കത്തോലിക്ക സഭയുടെ ആസ്ഥാനമായത് എങ്ങനെയാണ്? അതിനെക്കുറിച്ച് അറിയാമെങ്കിൽ ഒന്ന് വിവരിക്കാവോ? അല്ല, അത് കത്തോലിക്ക സഭയുടെ ആസ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ പഴയ കാലം മുതൽ റോമൻ ചക്രവർത്തിമാര് എല്ലാരും തന്നെ കാത്തലിക് ചർച്ചിലെ അംഗങ്ങളായിരുന്നല്ലോ. അന്ന് ഈ അധികാരം ഷെയർ ചെയ്യപ്പെട്ടിരുന്നു. പ്രത്യേകിച്ചും ചക്രവർത്തിയേക്കാൾ അധികാരം പോപ്പിനായിരുന്നു അന്നത്തെ കാലത്ത്. കാരണം പോപ്പ് പറയുന്നവരാണ് ചക്രവർത്തിമാരായിക്കൊണ്ടിരുന്നത്. ഇനി പോപ്പ് പറയുന്നതിന് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടും ചക്രവർത്തി പോകത്തില്ല. പിന്നെ ഇടക്കാലത്ത് പാപ്പസിയും ഈ ഗവൺമെന്റും തമ്മിൽ ചില അസ്വാരസ്യങ്ങളും മടമലികളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ തന്നെ അന്തിമ വിജയം പോപ്പിന് തന്നെയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ പിന്നീട് ആധുനിക കാലത്തേക്ക് വന്നപ്പം ഇത്രയും നാള് ഈ അധികാരത്തിലിരുന്ന ആ സ്ഥാനത്ത് അദ്ദേഹത്തിന് രാഷ്ട്ര തലവന്മാരുടെ ഒപ്പമുള്ള ഒരു ആദരവും സ്വീകാര്യതയും കിട്ടാൻ ഈ വത്തിക്കാനെ ഒരു സ്വതന്ത്ര രാജ്യമാക്കി മാറ്റുക എന്നുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പം ഐക്യരാഷ്ട്രസഭയിലും ഒരു രാജ്യത്തിന്റെ റെപ്രസെന്റേഷൻ കിട്ടും. പിന്നെ മറ്റു രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോഴും രാഷ്ട്രത്തലവന്റെ പ്രിവിലേജും പ്രോട്ടോക്കോളും എല്ലാം കിട്ടും. അതിനുവേണ്ടി പോപ്പിനെ ആക്കുക. അന്ന് കത്തോലിക്ക ഭൂരിപക്ഷം അല്ല, 100% കത്തോലിക്ക രാജ്യമാണല്ലോ ഈ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ആയിരുന്നത്. അങ്ങനെയാണ് പോപ്പിനെ പദവി കൊടുക്കുന്നത്. അത് ഇന്നും തുടരുന്നു. അല്ല, അവർക്ക് സ്വന്തമായിട്ടൊരു സൈന്യമില്ല, സ്വന്തമായൊരു കറൻസി ഇല്ല, സ്വന്തമായിട്ട് മറ്റേ ഈ പാർലമെന്റ് അതുപോലുള്ള വല്ല ഒരു രാജ്യമാണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ടോ? ഞാൻ പറഞ്ഞത് അവിടെ ഈ സ്വിറ്റ്സർലാൻഡിന്റെ അവിടെ നിന്നുള്ള ആളുകളാണ് ഇതിന്റെ നിയന്ത്രണം നടത്തുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനെക്കുറിച്ച് അറിയാവുന്ന 1-2 കാര്യങ്ങളൊന്ന് പറയുവാണെങ്കിൽ. അവർക്ക് സ്വന്തമായിട്ട് പട്ടാളമില്ല, പോലീസില്ല. അതിന്റെ ആവശ്യമില്ലെന്ന്. അവിടെ പട്ടാളത്തിൽ ഇപ്പൊ തന്നെ യൂറോപ്പിലെ പല രാജ്യങ്ങളുടെ അതിർത്തികളിലൊന്നും പട്ടാളമൊന്നും ഇല്ല, തുറന്നു കിടക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാൻ. അപ്പം അവിടെ ഇപ്പൊ പോപ്പിനെ സംബന്ധിച്ച് അവിടെ എല്ലാം കത്തോലിക്ക മതവിശ്വാസികളാണ് അവിടെ കൂടുതലുള്ള ആളുകളും. ഇപ്പൊ ഫ്രാൻസിലാണേലും ഇറ്റലി ഇപ്പോഴാണ് കൂടുതൽ മറ്റാളുകൾ എത്തീസ്റ്റുകളായിട്ടും ഇസ്ലാമിസ്റ്റുകളായിട്ടും ഒക്കെ വരാൻ തുടങ്ങി. അപ്പൊ അന്നത്തെ കാലത്ത് അങ്ങനെ പ്രത്യേകിച്ചൊരു ആവശ്യമില്ല. ഈ സഭയുടെ അധ്യക്ഷൻ അങ്ങനെ ഒരു സ്ഥാനം കൊടുക്കാൻ അവർ തീരുമാനിച്ചു. യൂറോപ്യൻ ഭരണാധികാരികളെല്ലാം എഗ്രി ചെയ്തു. ലോകത്താരും അങ്ങനെ എതിർത്തില്ല. അങ്ങനെ പോപ്പിന് ആ ഒരു സ്ഥാനം കിട്ടിയെന്നേ ഉള്ളൂ. അത് നല്ലതല്ലേ, ഒരു നല്ല പദവിയിൽ ഇരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് അദ്ദേഹത്തിന്റെ ആ സംസ്കാരത്തിനൊക്കെ അത്രയും രാഷ്ട്രത്തലവന്മാർ വരികയും പിന്നെ ലോകത്ത് എല്ലാവർക്കും ഇപ്പൊ രാഷ്ട്രത്തലവന്മാർക്കും ഒക്കെ അവരെ ലിസൺ ചെയ്യാൻ ഒരാള് എന്ന് പറയുമ്പം ഇതിന് തുല്യമായ വേറൊരു പദവി ഇല്ലല്ലോ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഓക്കെ, അപ്പൊ ഈ വത്തിക്കാനെ കുറിച്ച് ഏതാണ്ട് ഒരു ഐഡിയ നമുക്ക് മനസ്സിലായി. ഇത് അവിടത്തെ ആ പണികളാണ് എന്നെ അത്ഭുതപ്പെടുത്തി. ഞാനിത് കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോയി. അല്ല, വീഡിയോ കണ്ടിട്ടാട്ടോ, നേരിട്ട് കണ്ടാ എന്തായിരിക്കും സംഭവം? നേരിട്ട് കണ്ടാ എന്തായിരിക്കും സംഭവം? അപ്പൊ ഇത് എത്രയോ കോടിക്കണക്കിന് രൂപയുടെ പണം ചെലവഴിച്ചാണ് ഇത് പണിതിട്ടുള്ളത്. അതും കൂടെ ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. ലോകത്തിൽ ഇതുപോലെ ഒരു ബിൽഡിംഗ് അല്ല ഇപ്പൊ ഈ അടുത്ത നാളുകളിൽ പണിതിട്ടുണ്ടായിരിക്കും, ഇപ്പൊ ബൂർജ് ഖലീഫ പോലുള്ള കെട്ടിടങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും. പക്ഷെ ഇത്രയും ഭയങ്കര സ്റ്റൈലില് ഒക്കെ പണിത കെട്ടിടങ്ങൾ ഉണ്ടോ എന്നുള്ളത് താജ്മഹൽ ഇപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട്, ആഗ്ര കോട്ട കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇത് കണ്ടു കഴിഞ്ഞപ്പോ ശരിക്കും പറഞ്ഞ ഒരു അത്ഭുതമായിപ്പോയി, ഒരു അത്ഭുതം തോന്നിപ്പോയി. പണിയേക്കാൾ ഉപരി അതിനകത്തെ ചിത്രങ്ങളും ശില്പങ്ങളും ഒക്കെ വളരെ ഭംഗിയുള്ളതാണ്. ഓക്കെ, ഞാൻ അടുത്ത ചോദ്യം, ഈ പോപ്പിന്റെ ഒരു സ്വാധീനം, നമ്മൾ പറയുന്നത് ഇൻഫ്ലുവൻസ് എന്നൊക്കെ പറഞ്ഞേ, എന്താണ് ഈ പോപ്പിന്റെ ലോകരാജ്യങ്ങളിലുള്ള ഒരു UN-ഓടെ കീഴിലാണ്ട് 195 രാജ്യങ്ങളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഇത്രയും രാജ്യങ്ങളുടെ അകത്ത് ഈ പോപ്പിനുള്ള ഒരു സ്വാധീനം, കാരണം 60 രാജ്യത്തിനുള്ള പ്രസിഡന്റോ അല്ലെ പ്രധാനമന്ത്രിയോ എത്തി. നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അല്ല പ്രസിഡന്റ് പങ്കെടുത്തു. അതുകൂടാതെ എല്ലാം കൂടെ 120 രാജ്യങ്ങളുള്ള പ്രതിനിധികളാണ് അവിടെ വന്നത്. അപ്പൊ ഇത്രയും ആളുകള് അവിടെ വരാൻ ഇദ്ദേഹം ഒരു രാഷ്ട്രത്തലവനായതുകൊണ്ടല്ല, ഒരു ആത്മീയ ആചാര്യനായതുകൊണ്ടാണ്. അപ്പൊ എന്താണ് പോപ്പിന്റെ ഒരു ഇൻഫ്ലുവൻസ്? പോപ്പിന്റെ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാല് ഈ ലോകത്തെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് കാത്തലിക് ചർച്ചിന്റെയാണ്. ലോകത്തെ ഏറ്റവും വലിയ ഭൂ ഉടമ എന്ന് പറയുന്നത് കത്തോലിക്ക സഭയാണ്.
കത്തോലിക്ക സഭയ്ക്ക് ആകെയുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഫ്രാൻസ് എന്ന രാജ്യത്തിന്റെ വിസ്തൃതിക്കൊപ്പം ലോകത്ത് പല രാജ്യങ്ങളിലായിട്ട് കിടക്കുന്നു. അതുപോലെ ഏത് രാഷ്ട്രത്തലവന്റെയും പൗരന്മാർ ആ രാജ്യത്തിനകത്ത് നിൽക്കുക. ഇപ്പം നരേന്ദ്രമോദിയുടെ പൗരന്മാർ ഇന്ത്യയിലാണ് നിൽക്കുന്നത്. പക്ഷെ പോപ്പിന്റെ പൗരന്മാർ എന്ന് പറഞ്ഞാൽ ലോകത്ത് മുഴുവൻ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. എല്ലാ രാജ്യങ്ങളിലും ഉണ്ടെന്ന് തന്നെയല്ല, ആ രാജ്യങ്ങളിലൊക്കെ വളരെ നല്ല ഒരു പോർട്ട്ഫോളിയോ അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ വിദ്യാഭ്യാസ രംഗത്തായാലും ആതുര ശുശ്രൂഷ രംഗത്തായാലും എല്ലാ രാജ്യങ്ങളിലും, ഇപ്പൊ അമേരിക്ക പോലും കാത്തലിക് സ്കൂളുകളും കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആശുപത്രികളും എല്ലാം ഉണ്ട്. അതുപോലെ ലോകത്തെല്ലാ രാജ്യങ്ങളിലും യുദ്ധമുന്നണി പോലും ആ സഭയുടെ സേവനമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പോപ്പ് വേറിട്ട വ്യക്തിയാണ്. മറ്റൊരു രാഷ്ട്രത്തലവനേക്കാളും പോപ്പിനെ വ്യത്യസ്തനാക്കുന്നതിന്റെ കാരണം അതാണ്. കാരണം അദ്ദേഹത്തിന്റെ കീഴിലുള്ള മിഷൻ ലോകം മുഴുവനുണ്ട്. അപ്പൊ അത് അങ്ങനെ പെട്ടെന്ന് അവഗണിക്കാൻ പറ്റില്ല. ഈവൻ ക്ലോസ്ഡ് കൺട്രി ചൈന പോലും ഉണ്ടല്ലോ കത്തോലിക്ക സഭ. ഓക്കെ, എനിക്ക് അത് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അതിപ്പോ പൊതുവെ നമുക്ക് അറിയാം. പിന്നെ ഞാൻ ചോദിക്കുന്നതേ, ഈ കത്തോലിക്ക സഭയുടെ ഓരോ പ്രോഗ്രാം, അതായത് ഈ മാർപ്പാപ്പയായിട്ടുള്ള സബ്സ്ക്രൈബ് ഇത് കണ്ടിട്ട് ഈ ഒരു രാജപ്രൗഢിയെക്കാളും വലിയ ഒരു എന്താ പറയുന്നത്, ഒരു രാജകീയമായിട്ടുള്ള ഒരു ഇതിനേക്കാൾ ഭയങ്കര രീതിയിലാണ് ഇവരുടെ വസ്ത്രധാരണം, തലയിലെ തൊപ്പി, അവര് അണിഞ്ഞിരിക്കുന്ന കുപ്പായോ, കുരിശ്, വടി, അതുപോലെ ഈ എന്താ പറഞ്ഞ നമ്മള് ശേബാരാജ്ഞി ശലോമോന്റെ എഴുന്നള്ളത്ത് കണ്ട് അത്ഭുതപ്പെട്ടു പോയി എന്ന് പറഞ്ഞ പോലെ ഒരു അവസ്ഥയാണ്. ഇത്രയും രാജകീയ പ്രൗഢി ഇവര് അനുവർത്തിക്കുന്നു അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്നു. അത് ബൈബിളിൽ എന്തെങ്കിലും ഇതിന് ബന്ധമുണ്ടോ എന്നൊക്കെ വേണം എനിക്ക് ചോദിക്കാം. പക്ഷെ ഞാൻ പാസ്റ്റർക്ക് ഈ വിഷയത്തെ കുറിച്ച് അറിയാവുന്ന ഞാൻ ചോദിക്കുന്നത്, ശരിക്കും പറഞ്ഞാൽ ഒരു ചക്രവർത്തി ജീവിക്കുന്നതിനേക്കാട്ടിലും ഭയങ്കര പവറിലും അധികാരത്തിലും സുഖത്തിലും അല്ലേ ഈ ബിഷപ്പ്മാരും ആർച്ച് ബിഷപ്പ്മാരും കാർഡിനാൽമാരും. പോപ്പിന്റെ കാര്യം പിന്നെ പറയണ്ട. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു രാജപ്രൗഢി ഇവര് നിലവിൽ എടുക്കുന്നത്? അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ആത്മീയാർത്ഥം ഉണ്ടോ? ഇല്ല, ഇപ്പം അടുത്ത ഇന്ന് സംസ്കരിക്കപ്പെട്ട ഈ പോപ്പ് ഫ്രാൻസിസിനെ സംബന്ധിച്ച് അദ്ദേഹം വളരെ ലളിത ജീവിതം നയിച്ച ആളാണ്. അദ്ദേഹം ജെസ്യൂട്ട് വിഭാഗത്തിൽപ്പെട്ടാണ്. ദാരിദ്ര്യം അവരുടെ പ്രഥമാണ്. അപ്പൊ അദ്ദേഹം അവിടെയുള്ള ഒരു ഹോസ്റ്റൽ ഉണ്ടായിരുന്നു. ആ ഹോസ്റ്റലിൽ താമസിക്കാതെ അതിനേക്കാൾ താഴ്ന്ന സാധാരണ നിലവാരത്തിലുള്ള ഒരു ഹോസ്റ്റലിലാണ് താമസിച്ചത്. അതിലേക്ക് നമുക്ക് വരാം. ഞാൻ ചോദിച്ചു ഈ ഒരു പോയിന്റ്. അപ്പൊ ഇത് ഒരാൾ എന്നോട് പറഞ്ഞു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രവാസങ്ങളിലേക്ക് വിളിച്ചവന്റെ രാജകീയ പുരോഹിത വർഗം, അതുകൊണ്ടാണ് അതിന്. പാസ്റ്ററെ, ഞാന് ഇത് പറയുമ്പോൾ പാസ്റ്റർക്ക് ഒരു വിഷമം തോന്നരുത്. അതായത് ഓർത്തഡോക്സ് സഭയോ അല്ലെങ്കിൽ യാക്കോബ സഭയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവരുടെ ഈ രാജപ്രൗഢിയുമായി വെച്ച് നോക്കുമ്പോൾ ആന ആടും പോലുള്ള വ്യത്യാസം എനിക്ക് തോന്നുക. കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് സഭയും അല്ലെങ്കിൽ മറ്റുള്ള പെന്തക്കോസ്തുകാരുടെ കാര്യം പിന്നെ പോട്ടെ, നമ്മൾ ആ വിഷയത്തെ ടച്ച് ചെയ്യുന്നില്ല. അപ്പം ഈ ആന ആടും പോലെയുള്ള ഒരു രാജകീയ പ്രൗഢിയുടെ വ്യത്യാസമുണ്ട്. കത്തോലിക്ക സഭയിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് പോകാതെ അവരെ പിടിച്ചു നിർത്തുന്ന ആ ഘടകം എന്ന് പറയുന്നത് അവരുടെ ആ പ്രൗഢിയും രാജകീയതയും, അല്ലെങ്കിൽ അവരുടെ ആ പള്ളിയും അവരുടെ ആ പിന്നെ അതുപോലെയുള്ള അലങ്കാരങ്ങളും, ഇതെല്ലാം നമ്മളെ ശരിക്കും പറഞ്ഞ ലോകത്തിൽ ഇത്രയും ആർഭാടമായി അലങ്കാരപരമായി ജീവിക്കുന്ന മറ്റൊരു പ്രസ്ഥാനമില്ല. എന്താണ് അതിന്റെ പിന്നിലുള്ള രഹസ്യം? ചില രാജ്യങ്ങളിലൊക്കെ കത്തോലിക്കര് മാത്രമേ ഉള്ളൂ. അല്ലല്ല, അത് നമ്മൾ പറഞ്ഞു. ഇപ്പൊ ഞാൻ അതിനെയൊന്നും എതിർക്കുന്നൊന്നുമില്ല. കാരണം അത് അവരുടെ സഭയുടെ ആ വലിപ്പത്തിനനുസരിച്ചുള്ള കാര്യങ്ങളല്ലേ ഉള്ളു അവിടെ. അല്ലാതെ അവര് പ്രത്യേകിച്ച് ഇപ്പം ഈ പോപ്പ് തന്നെയാണെങ്കിലും അദ്ദേഹം അങ്ങനെ ഒരു സുഖിമാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ജീവിച്ച പോപ്പുമാർ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും അല്ല. ഇപ്പൊ അവര് വളരെ ലളിതമായി, ഇപ്പൊ ഇദ്ദേഹം തന്നെ ഒരു വളരെ വില കുറഞ്ഞൊരു കാറല്ല, ഫോർഡിന്റെ ഒരു ഫിയസ്റ്റ പോലത്തെ ഒരു വണ്ടിയിലൊക്കെയാ സഞ്ചരിച്ചത്. നമ്മുടെ നാട്ടിലെ പാഷന്മാർ വരെ ബെൻസിലും BMW ഒക്കെ സഞ്ചരിക്കുമ്പം ഈ പോപ്പ് ഫ്രാൻസിസ് ഫോർഡിന്റെ ഒരു കുഞ്ഞൻ കാറല്ല സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ ഒരു ബെഞ്ചും ഒരു കട്ടിലും ഒരു മേശയും അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ടായിരുന്നു ഒരു മുറിയിൽ. അങ്ങനെ പരിമിതമായ സാഹചര്യത്തിൽ ജീവിച്ചു. അല്ലാതെ ആഡംബരമൊന്നും അദ്ദേഹം ഉപയോഗിച്ചില്ലല്ലോ. അപ്പൊ നമ്മൾ ഇത് പറയുന്നതിൽ അർത്ഥമില്ല. പിന്നെ കത്തോലിക്ക സഭയ്ക്ക് അത്രയും വലിയ സ്വത്തും അങ്ങനെ ഒരു ആസ്ഥാനമൊക്കെ ഉണ്ട്. അത് നല്ലതല്ലേ? അതുകൊണ്ടല്ലേ ആളുകൾ അതിനെ ഗൗനിക്കുന്നത്. അതുകൊണ്ടല്ലേ ലോകം അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞു വരുന്നതേ, ഇപ്പൊ ഈ കത്തോലിക്ക സഭയിലേക്ക് ഇപ്പൊ ഞാനൊക്കെ പെന്തക്കോസ്തുകാരനാണ്. ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഈ കത്തോലിക്കിലേക്ക് തിരിച്ചു പോകും. അപ്പം ഞാൻ ഈ
എന്നാ എപ്പോഴും ഞാൻ പറയാറുള്ള, ഞാനിങ്ങനെ നിരീക്ഷിക്കുന്ന വ്യക്തിയാണ്. ഈ നിരീക്ഷിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായതെന്ന് പറഞ്ഞാൽ, ഒരു ഒരു ഈ അടുത്ത ദിവസം തന്നെ റെജീന സിസ്റ്ററും തിരിച്ചുപോയി. അപ്പൊ ഞാൻ പറഞ്ഞത്, അവർ അതിൻ്റെ അകത്ത് കാണുന്ന ഒരു ആകർഷണീയത ഭയങ്കര ഹൈ ലെവൽ ആകർഷണീയതയാണ് അതിൻ്റെ അകത്ത് കാണുന്നത്, അല്ലേ? അതെ, അതൊക്കെ ഉണ്ടാകും. കാരണം ഒരു ഇന്നത്തെ ഇപ്പം ഫ്യൂണറൽ സർവീസും ഒക്കെ കാണുമ്പോൾ ഒരു കത്തോലിക്കനെയൊക്കെ സംബന്ധിച്ച് അഭിമാനം തോന്നും. കാരണം ലോക രാഷ്ട്ര നേതാക്കളൊക്കെ ചെല്ലുന്നു, അവരുടെ സഭയുടെ പിതാവിന് ആദരാഞ്ജലി അർപ്പിക്കുന്നു. അപ്പം ബി എ കാത്തലിക് ഒരു പ്രൗഢ. ഒരാള് പറഞ്ഞു, എടാ ജനിച്ച കത്തോലിക്കനായിട്ട് ജനിക്കണം, ജീവിച്ച കത്തോലിക്കനായിട്ട് ജീവിക്കണം എന്ന് പോയി കഴിഞ്ഞ ദിവസം ഒരാളെ ഇങ്ങനെ ഒരു കമന്റ് വിട്ടു. അപ്പൊ ഞാൻ പറയാതെ, അപ്പൊ കത്തോലിക്കനായി ജീവിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ അഭിമാനമായി കൊണ്ടു നടക്കുന്ന ഒരു സമൂഹമുണ്ട്. അതും ഇവരുടെ ആ പ്രൗഢിയുമായിട്ടൊന്ന് താരതമ്യം നോക്കുമ്പോൾ ശരിയാന്ന് പറയേണ്ടി വരില്ലേ, ഒരു 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 നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ച്? നമുക്കെല്ലാം നമ്മുടേതായിട്ട് ഒരു പ്രൗഢി, ഒരു ഗാംഭീര്യം ഒക്കെ വേണ്ടേ? അതെ, അതിപ്പം എനിക്കിവിടെ അമേരിക്ക പരിചയമുള്ള യാക്കോബായ സഭയിൽ നിന്ന് കത്തോലിക്കലോട്ട് മാറുക. അപ്പം രണ്ടുപേരുണ്ട്. അപ്പൊ അവര് ഒത്തിരി പേര് മാറിയിട്ടുണ്ട് കേട്ടോ. എന്നോട് ഇങ്ങനെ കോണ്ടാക്ട് അല്ല, അത് മാറിയതിന്റെ കൂട്ടത്തിൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും പ്രൊട്ടസ്റ്റന്റ് സഭയിൽ നിന്ന് കത്തോലിക്ക സഭ സ്വീകരിച്ചു. അതെ, ഇതിന് മുൻ പ്രസിഡന്റ് ബൈഡൻ കത്തോലിക്കനായിരുന്നു. അങ്ങനെ കത്തോലിക്കനായിരുന്നല്ല, പ്രൊട്ടസ്റ്റന്റ് സഭയെന്ന് കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചെന്നാ ഞാൻ പറഞ്ഞു. JD വാൻസ് അല്ല, അതല്ല, തൊട്ട് മുമ്പത്തെ പ്രസിഡന്റ് ബൈഡൻ കത്തോലിക്കനായിരുന്നു ഞാൻ പറഞ്ഞു. ജോ ബൈഡൻ മുൻ പ്രസിഡന്റ്. അതേന്നല്ലേ ഞാൻ പറഞ്ഞേ. ഇപ്പൊ ലോക രാജ്യങ്ങളുടെ പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരൊക്കെ പറഞ്ഞ അവര് പലരും ഈ പോപ്പിന്റെ പിള്ളേരാണ്. നമുക്കിപ്പം ഇപ്പൊ പെന്തക്കോസിലെ പാസ്റ്ററുടെ ഒരു വിശ്വാസി പഞ്ചായത്ത് മെമ്പർ ഉണ്ടെങ്കിൽ എന്തോ ഒരു ബഹള പാസ്റ്റർ പോസ്റ്റൊക്കെ കാണാം നമ്മുടെ പഞ്ചായത്ത് ഇതായിരുന്നു പറഞ്ഞാൽ. ഇപ്പൊ നമ്മള് അപ്പൊ അവരൊക്കെ എപ്പോഴും എന്നോട് പറയും കത്തോലിക്കനാകുന്ന ഒരു അഭിമാനമാണ്, അതുകൊണ്ട് അവർ കത്തോലിക്കലോട്ട് മാറി. അങ്ങനെ അത് നല്ല കാര്യമാണ്. പാസ്റ്റർ മാറുന്നോ? അല്ല, ഞാൻ മാറാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ മാറാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ ഇത് ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്ന പബ്ലിക്കിന് വേണ്ടിയിട്ടായി ചോദിക്കുന്നത്. കാരണം ഞാൻ ഇതെല്ലാം വളരെ പരിഗണിക്കേ. അല്ല, ഞാനിതെല്ലാം വളരെ കാര്യമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയെന്നാ ഞാനീ പറഞ്ഞേ. ഇനി ഞാൻ ചോദിക്കുന്നത്, ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയിലേക്ക് നമ്മൾ വരുമ്പോൾ മറ്റുള്ള മാർപ്പാപ്പമാരിൽ നിന്ന് ഇപ്പൊ ആകപ്പാടെ എനിക്കറിയാവുന്ന ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും പിന്നെ ബെനഡിക്ട് 16 മാർപ്പാപ്പയേ ഉള്ളൂ. അതിന് മുമ്പുള്ള മാർപ്പാപ്പമാരൊക്കെ ചിലപ്പോൾ ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പായിരിക്കും ജീവിച്ചിരുന്നത്. എന്തായാലും മാർപ്പാപ്പ എന്ന് കേൾക്കിട്ട് ജോൺ പോൾ രണ്ടാമന്റെ പടം ഒരു കത്തോലിക്കക്കാരുടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു മാർപ്പാപ്പയുടെ പടം ഇരിപ്പുണ്ട്. ഞാൻ ചോദിച്ചത് ആരാന്ന് ചോദിച്ചാൽ പറഞ്ഞു, അയ്യോ ഇത് ഞങ്ങളുടെ മാർപ്പാപ്പയാന്ന് പറഞ്ഞു. അന്ന് പോലെ ഞാൻ സംഭവം അറിയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ മറ്റുള്ള മാർപ്പാപ്പമാരിൽ നിന്ന് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു വ്യത്യസ്തനായിരുന്നു എന്ന് പറയുന്നു. അപ്പൊ അദ്ദേഹം വ്യത്യസ്തനാകാനുള്ള കാരണം എന്താണ് എന്ന് ഒന്ന് വിവരിക്കാമോ? അതെ, അദ്ദേഹം ഒത്തിരി മാനവിക മൂല്യങ്ങൾക്ക് വില കൊടുത്തു. പിന്നെ ഈ സാധുജന സേവനം, ദരിദ്രപക്ഷത്ത് നിന്നു, അതൊക്കെ അങ്ങനെ ചെയ്തിട്ടുള്ള കുറെ പോപ്പുമാരുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു 5-8 പോപ്പുമാർ വളരെ നല്ല സമീപനം സ്വീകരിച്ചവർ ഇദ്ദേഹത്തിന്റെ മുൻഗാമികളായിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം ഈ പോപ്പ് ഫ്രാൻസിസിനെ വ്യത്യസ്തനാക്കുന്നത് ഈ ദരിദ്രരോടുള്ള വിവേചനം എന്ന വിഷയത്തിൽ ഇദ്ദേഹം സംസാരിക്കുമ്പോൾ തന്റെ മുൻഗാമികളൊന്നും സംസാരിക്കാത്ത രീതിയിൽ അദ്ദേഹം സംസാരിച്ചു എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ആധുനിക മുതലാളിത്തത്തിനെതിരെ, എന്ന് പറഞ്ഞാൽ ആധുനിക മുതലാളിത്തം കോർപ്പറേറ്റ് ശൈലികൾക്കെതിരെയൊക്കെ വളരെ ശക്തമായിട്ട് അദ്ദേഹം സംസാരിക്കുകയും എഴുതുകയും ചെയ്തു. അത് ഇതിന് തന്റെ മുൻഗാമികളെ എല്ലാം വ്യത്യസ്തനാക്കുക. അല്ല, ഞാൻ ഇതിനകത്ത് മനസ്സിലാക്കുന്നത്, ഈ ഡൊണാൾഡ് ട്രംപിനോട് ഈ മാർപ്പാപ്പ പറഞ്ഞു യു ആർ നോട്ട് എ ക്രിസ്ത്യൻ എന്ന് പറയുന്നു. കാരണം ഈ മെക്സിക്കോയിൽ ഈ അതിർത്തിയിലുമായിട്ട് ബന്ധപ്പെട്ട് ഈ മതിൽ കെട്ടുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ടേ പോപ്പ് പറഞ്ഞു മതിൽ കെട്ടാനൊന്നും ശരിയല്ല, നമ്മൾ വാതിൽ തുറന്നിടുകയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പം ഒരു വലിയ ആരോപണം വരുന്നത്, യൂറോപ്പിൽ ഇസ്ലാം
ഇസ്ലാമിന്റെ ഒരു കടന്നുകയറ്റം, ആ കടന്നുകയറ്റത്തോടു കൂടി അവിടെ തീവ്രവാദ പ്രവർത്തനം ആരംഭിച്ചു. അപ്പൊ അതിന്റെ ഒരു മുഖ്യ കാരണക്കാരൻ, ചിലര് പറയുന്നു അദ്ദേഹം ഒരു ഇസ്ലാമിക് ചാരനാണ് ആയിരുന്നു. ഒരു ചാരനല്ല, അങ്ങനെ ഒരു ഒരിക്കലും വരില്ല. പക്ഷെ അവരോടൊരു അമിതമായ പ്രീണനം. ഒന്ന് എന്താണ്, അദ്ദേഹത്തിന്റെ ഒരു പ്രവൃത്തി കൊണ്ടായി അവനെ യൂറോപ്പിലേക്ക് ഈ ഇസ്ലാം ഒരു കടന്നുകയറ്റം ഉണ്ടായി. അതിനെക്കുറിച്ച് എന്താണ് പറയാനായിട്ടുള്ളത്? അതിന്റെ ഗുണവും ദോഷങ്ങളും. അതെ, അദ്ദേഹത്തിന്റെ നയങ്ങൾ കൊണ്ടല്ല യൂറോപ്പിലോട്ട് ഈ അഭയാർത്ഥി പ്രവാഹം ഉണ്ടായത്. ഇപ്പൊ യൂറോപ്പിലോട്ട് അഭയാർത്ഥി പ്രവാഹം ഉണ്ടായപ്പോൾ അതിനെ എൻകറേജ് ചെയ്ത യൂറോപ്യൻ നേതാക്കളല്ല, പോപ്പ് ഫ്രാൻസിസ് അല്ല. അത് പ്രത്യേകിച്ച് ഇപ്പം ജർമ്മൻ ചാൻസലർ ഏഞ്ചല മെർക്കൽ, അവരൊക്കെയാണ് കൂടുതൽ മുന്നിൽ നിന്നത്. അത് കൂടുതൽ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ആളുകളാണ്. അവര് ഈ യൂറോപ്പിലോട്ട് അഭയാർത്ഥികളെ കൊണ്ടുവന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അഭയാർത്ഥികളെ നന്നാക്കുക, സഹായിക്കുക എന്നൊന്നും അല്ലായിരുന്നു. മറിച്ച് യൂറോപ്പിന്റെ പരമ്പരാഗത ശൈലികൾ, സമ്പ്രദായങ്ങൾ, സംസ്കാരങ്ങൾ ഇതിനെ മുഴുവൻ ശിഥിലീകരിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം. പ്രൈമറി പർപ്പസ് എന്ന് പറഞ്ഞാൽ മറ്റൊരു സംസ്കാരത്തിൽ നിന്നും മറ്റൊരു ഭൂപ്രദേശത്തു നിന്നുമുള്ള വലിയ തോതിലുള്ള കുടിയേറ്റം ഉണ്ടാകുമ്പോൾ ആ തനത് സംസ്കാരം അപകടത്തിലാവും, അതില്ലാതാവും. അപ്പൊ അങ്ങനെ യൂറോപ്യൻ സംസ്കാരത്തെയും യൂറോപ്യൻ പാരമ്പര്യങ്ങളെയും മൂല്യങ്ങളെയും, പ്രത്യേകിച്ച് ക്രൈസ്തവാധിഷ്ഠിത മൂല്യങ്ങളൊക്കെ, അതിനെയെല്ലാം നശിപ്പിക്കുക എന്നുള്ള ഒരു ഇടതുപക്ഷ ചിന്ത ആണ് ഈ അഭയാർത്ഥി പ്രവാഹത്തിന്റെ പിന്നിൽ. അല്ലാതെ പോപ്പ് ഫ്രാൻസിസ് അല്ല. പോപ്പ് ഫ്രാൻസിസ് വന്ന അഭയാർത്ഥികളെ ഈക്വലായിട്ടും ഡീസന്റ് ആയിട്ടും ഒരു ക്രിസ്ത്യാനിക്ക് ചേരുന്ന രീതി ട്രീറ്റ് ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വന്നു കഴിഞ്ഞ ആളുകളെ നിങ്ങൾ അന്യരായിട്ട് കാണാതെ അവരെ സ്വീകരിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യണം. അതൊരു ക്രൈസ്റ്റ് ലൈക്ക് നേച്ചറാണ്. അദ്ദേഹം ഒരു ചർച്ചിന്റെ അധ്യക്ഷനായിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് അങ്ങനെയല്ലേ പറയാൻ പറ്റും. അതാണ് അദ്ദേഹം പറഞ്ഞത്, അല്ല അദ്ദേഹം വിളിച്ചു വരുത്തിയൊന്നുമല്ല. അല്ല, അത് ഇപ്പം പാസ്റ്റർ പറയുന്നത് അത് കറക്റ്റ് കാര്യമാണോ? കാരണം ഈ കഴിഞ്ഞ ദിവസമൊക്കെ ക്ലബ് ഹൗസിൽ ഞങ്ങളുടെ ഞാൻ പറയുന്നില്ല, കുറച്ച് ആളുകള് പെന്തക്കോസ്ത് ബ്രദറൻകാര് ഇരുന്നു കൊണ്ട് ജിഹാദി പോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ചീത്തയും തെറിയായിരുന്നു. അപ്പം അവരുടെ വാക്കുകൾക്ക് നമ്മൾ വില കൊടുക്കുന്നില്ല, അത് മറ്റൊരു കാര്യം. എങ്കിലും അത് സമൂഹത്തിൽ ചില തെറ്റിദ്ധാരണകൾ വരുത്തുകയാണ് ആളുകളുടെ. ഒന്നാമത്, ഞങ്ങളുടെ ഈ സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുഷ്കിച്ച ഒരു സമൂഹമാണ്, ഇടുങ്ങിയ ചിന്താഗതിക്കാർ. അവരുടെ ഇടയിലേക്ക് ഇങ്ങനെ പോപ്പിനെ കുറിച്ച് 4 വർത്തമാനം കേൾക്കുമ്പോൾ, ഒരു മെത്രാനെ കുറിച്ച് 4 ചീത്ത കേൾക്കുമ്പോൾ പെട്ടെന്ന് മൈൻഡ് അങ്ങ് ഭയങ്കരമായിട്ട് മാറിയിട്ട് അവരും അങ്ങ് പറയാൻ തുടങ്ങും. അപ്പം പിന്നെ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഈ ജിഹാദി പോപ്പ് എന്നൊക്കെ സംബോധന ചെയ്യുന്നത്? അതിനകത്ത് ഈ സാജു പാസ്റ്റർക്ക് വലിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. ഈ പോപ്പ് ഫ്രാൻസിസിനെ എതിർക്കുന്നത് പെന്തക്കോസ്തുകാരല്ല, കത്തോലിക്ക സഭയ്ക്കകത്ത് തന്നെ വലിയൊരു വിഭാഗം ഇദ്ദേഹത്തിന് എതിരായിട്ടുണ്ട്. ബിഷപ്പുമാരും കന്യാസ്ത്രീകളും എല്ലാം ഉണ്ട് ആ ഗാങ്ങിൽ. വലിയൊരു വിഭാഗം, അതായത് ഇദ്ദേഹം ഒരു ഈവിൾ പോപ്പാണെന്നും ഇദ്ദേഹം ആക്ച്വലി സാത്താനാണെന്നും ഇദ്ദേഹം ഒരു റിയൽ പോപ്പല്ലെന്നും ഒക്കെ വിശ്വസിക്കുക മാത്രമല്ല, അത് പ്രസംഗിക്കുകയും ചെയ്യുന്ന, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിൽ ഇദ്ദേഹത്തെ പേരെടുത്ത് പ്രാർത്ഥിക്കാത്ത അച്ഛന്മാരും ബിഷപ്പുമാരും വരെ ഉണ്ട്. 1 2 അല്ല, ആയിരക്കണക്കിനുണ്ട്. വലിയൊരു സംഘം കഴിഞ്ഞ 12 വർഷമായിട്ട് ഇദ്ദേഹത്തിനെതിരെ പോരാടുന്നുണ്ട്. കത്തോലിക്ക സഭയ്ക്കകത്ത് തന്നെ ഉണ്ടെന്നേ. അവരും ഈ പെന്തക്കോസ്റ്റൽ കരിസ്മാറ്റിക് ഗ്രൂപ്പുകളെല്ലാം ഈ പോപ്പിനെതിരാണ്. കാരണം ഇദ്ദേഹം ചെകുത്താന്റെ ഏജന്റ് ആണ് എന്നാണ് അവരെല്ലാം വിശ്വസിക്കുകയും പറയുകയും പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. അതാണ്, അത്രമാത്രം വിവാദത്തിലാണ് ഈ പോപ്പ് വന്നത്. അല്ല, അതങ്ങനെ പറയാനുള്ള കാരണം എന്താ? അത് ഇദ്ദേഹത്തിന്റെ നയങ്ങളും പ്രസംഗങ്ങളും, ഇദ്ദേഹം പ്രത്യേകിച്ച് മുസ്ലിങ്ങളോടുള്ള നയങ്ങൾ. അപ്പൊ ഇതിനകത്ത് ഈ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്ലാമിക് ടെററിസം എന്ന് പറഞ്ഞാൽ അത് പച്ചയ്ക്ക് പറഞ്ഞാൽ അതൊരു പ്രോബ്ലമാണ്. അപ്പൊ പിന്നെ എന്താണ് പ്രോബ്ലം എന്നാൽ സൊല്യൂഷൻ വേണം. അപ്പൊ എന്താണ് സൊല്യൂഷൻ? അപ്പോ ഈ സൊല്യൂഷൻ സജസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റ് ലൈക്ക് സൊല്യൂഷൻ, അല്ലെ ഒരു ക്രിസ്ത്യാനിക്ക് അടുത്ത സൊല്യൂഷൻ ആണ് ഈ പോപ്പ് പറയുന്നത്. ഇപ്പൊ ഞാൻ പറയാം, കഴിഞ്ഞ ദിവസം നമ്മുടെ ഏതാ സ്ഥലത്ത്, കാശ്മീരിൽ ഒരു ഭീകരാക്രമണം ഉണ്ടായി. അപ്പൊ ഈ ആക്രമണം ഉണ്ടായി, അവരെ കുറെ ആളുകളെ കൊന്നു. ശരിക്കും അത് ഹൃദയഭേദകമായ, അങ്ങേറ്റം മനുഷ്യത്വ വിരുദ്ധമായ, മതം ചോദിച്ചിട്ട് വെടിവെച്ച് കൊന്നു എന്നൊക്കെ പറഞ്ഞാൽ വളരെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാ കാടത്തമാണ്. അപ്പൊ ഇന്ത്യക്കാരുടെ എല്ലാം രോഷം അണപൊട്ടി ഒഴുകി, ഇന്ത്യക്കാരുടെ എല്ലാവരുടെയും രോഷം അണപൊട്ടി. അപ്പം ഇസ്ലാമിനെതിരെയാണ്
നമ്മുടെ രോഷം ഉണ്ടാകുന്നത്. ശരിക്കും ഇതിന്റെ റൂട്ട് കോസ് ഇസ്ലാമാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് രോഷം ഉണ്ടാകുക. അപ്പം ഇതിന്റെ റൂട്ട് കോസ് എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ നിന്ന് കോപ്പി അടിച്ചുണ്ടായ ഒരു മതമാണ്. അപ്പൊ പഴയ നിയമത്തിലാണ് ഇതിന്റെ റൂട്ട് കോസ്. ഈ മതം നോക്കിയും വിശ്വാസം നോക്കിയും ആളെ കൊല്ലണമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ പഴയ നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. അപ്പൊ റൂട്ട് കോസ് അവിടെയാണ്. അപ്പം ഇതും തല പറഞ്ഞ എണ്ണ തേക്കുക. അപ്പൊ ഇവരുടെ പുസ്തകത്തിലാണ് ഇതുള്ളത്. എന്നിട്ടാണ് ഈ ക്രിസംഖികൾ ഇങ്ങനെ നോക്കെ മുസ്ലിങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് ഇത് സത്യത്തിൽ തന്നെ ഇന്ത്യയിൽ 14 കോടി മുസ്ലിങ്ങളുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് ഫേസ്ബുക്ക് നോക്കിയപ്പം സ്ട്രോങ് ആക്ഷൻ വേണം, മോഡി എന്താണ് മടിക്കുന്നത്, മോഡി ഇറങ്ങൂ. അപ്പൊ ഇങ്ങനെ ഈ എന്ന് പറഞ്ഞാൽ ഈ MDMA ഒക്കെ കഴിച്ച കൊച്ചു പിള്ളേരൊക്കെയാണ് ഈ കമന്റ് ഇടുന്നത്. ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്, എങ്ങോട്ട് ഇറങ്ങാനായി പറയുന്നത്? ഇവരുദ്ദേശിക്കുന്നത് പാകിസ്ഥാനിലോട്ട് ടാങ്കും വിമാനമൊക്കെ വളരെ എളുപ്പമാണെന്ന് വിചാരം. റഷ്യക്കാര് 24 മണിക്കൂർ കൊണ്ട് ഉക്രൈൻ പിടിച്ചു തിരിച്ചു വരാം എന്ന് പറഞ്ഞ് ടാറ്റ പറഞ്ഞ് ഉണ്ടംപൊരിയും പോക്കറ്റിട്ട് ഇറങ്ങിയതാ. കൊല്ലം 2 കഴിഞ്ഞിട്ടും ഒരുപാട് ശവപ്പെട്ടി എന്നതല്ലാതെ അത്രയും കുഞ്ഞു രാജ്യം, അതിനെ റഷ്യക്ക് പിടിക്കാൻ പറ്റിയില്ല. ഇത് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ് ഇപ്പൊ തീർത്താക്കാന്നൊക്കെയാ ഫേസ്ബുക്കിൽ എഴുതുന്നത്. നമുക്ക് അങ്ങോട്ട് പോയി പിടിക്കണം. അപ്പൊ ഒരു യുദ്ധം കൊണ്ടുവരുന്ന കെടുതികൾ ഇരുപക്ഷത്തും അതെന്തുമാത്രം വലുതാണെന്നോ അതിന്റെ ഭീകരത എന്താണെന്നോ അതിന്റെ ഭവിഷ്യത്തുകൾ എന്താണെന്നോ ഒന്നും ഒരു ഐഡിയ ഇല്ല. ചുമ്മാ ഫേസ്ബുക്കിൽ ഇരുന്ന് വി നീഡ് വാർ, അടിയടാ എന്നൊക്കെ പറഞ്ഞ് ഈ ഫുട്ബോൾ കളി കാണുന്ന ആവേശത്തോടെ പറയുകയാണ്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ വളരെ അപക്വമാണ്. അപ്പൊ ഇത് ഒരു സൊല്യൂഷൻ നമുക്ക് വേണം. ഇതൊരു പ്രോബ്ലമാണ്. പക്ഷെ ഇന്ത്യ 14 കോടി മുസ്ലിങ്ങളും, കേരളത്തിൽ 95 ലക്ഷം മുസ്ലിങ്ങളും. നമുക്ക് കേരളത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ 95 ലക്ഷം മുസ്ലിങ്ങളിൽ നല്ല ഒരു ഗണ്യമായ ഒരു വിഭാഗം തന്നെ വലിയ മതസ്പർദ്ധ ഉള്ളിൽ വെക്കുന്നവരും വിഭാഗീയതയും അന്യമത വിദ്വേഷവും ഒക്കെ ഉള്ളവരുമുണ്ട്. ഒരുപാട് നല്ല ആളുകളുണ്ട്. അപ്പൊ നമുക്ക് ഈ 95 ലക്ഷം മുസ്ലിങ്ങൾ കേരളത്തിൽ ഉണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. എന്ത് ചെയ്യാൻ പറ്റും? വാട്ട് ഈസ് ദ സൊല്യൂഷൻ? എന്താണ് പിന്നെ സാജു ബ്രദറിന്റെ ഒരു ഐഡിയ? അല്ല, എനിക്ക് അതിൻ്റെ അകത്തൊന്നും പറയാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഈ താമസിക്കുന്ന സ്ഥലം 60% ഹിന്ദുക്കളും 40% മുസ്ലിങ്ങളുമാണ്. അപ്പൊ പാസ്റ്റർ പറഞ്ഞത് 15% എന്നല്ലേ പറഞ്ഞത്? 15% അല്ല, 19% മുസ്ലിങ്ങൾ ഉണ്ടെന്നുള്ളതാണ് പൊതുവെ ഇന്ത്യയിൽ. ഞാൻ പറഞ്ഞ 14 കോടി മുസ്ലിങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു എണ്ണം. സോറി ഞാൻ ശതമാനം പോയി. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മതതീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റിയല്ല. അതൊരു മറ്റൊരു കാര്യം. അതാണ്. അപ്പൊ ഇവിടെ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശാശ്വതമായ പരിഹാരം എഡ്യൂക്കേഷനാണ്. ഇവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക. എങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്യാം? പുസ്തകം കൊടുത്തൊന്നുമല്ല. നമ്മൾ ക്രിസ്തു പഠിപ്പിച്ച എഡ്യൂക്കേഷൻ നമ്മുടെ ജീവിതം കൊണ്ടാണ്. നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടി കുരിശിൽ മരിച്ചവൻ നമ്മളെ ബോധവൽക്കരിക്കാൻ വന്നതാണ്. നമുക്ക് ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞിട്ട് ആ ലൈറ്റിനെ തല്ലിക്കെടുത്തുകയാണ്. അപ്പം വെളിച്ചമായിട്ട് ഇരുളിന്റെ ശക്തികൾക്കെതിരെ വന്നു. ആ ക്രിസ്തുവിന്റെ വികാരിയാണ് പോപ്പ് ഫ്രാൻസിസ്. അല്ലാതെ ഇവിടെ പെന്തക്കോസ്തുകാരും കരിസ്മാറ്റിക്കാരും പറയുന്ന പോലെ വെറുപ്പ് പറയാൻ അദ്ദേഹത്തിന് പറ്റില്ല. അദ്ദേഹം യഥാർത്ഥ ക്രിസ്തുവിന്റെ യഥാർത്ഥ അനുയായിയാണ്. അതുകൊണ്ട് ശത്രുവിനെ സ്നേഹിക്കണം, അവന് വിശക്കുന്നെങ്കിൽ തിന്നാൻ കൊടുക്കണം എന്ന് എഴുതിയിരിക്കുന്ന തിരുവെഴുത്തിനെ ആ അർത്ഥം ഉൾക്കൊണ്ട് അതിനെ സാംശീകരിച്ച് അത് ജീവിതത്തിൽ പകർത്തി അത് ഉപദേശിക്കാൻ ഒരു മടിയും കാണിക്കാത്ത പോപ്പ് ഫ്രാൻസിസ് ആണ് ക്രിസ്തുവിന്റെ യഥാർത്ഥ അനുയായി. അല്ലാതെ അന്യമത വിദ്വേഷവും ഛർദ്ദിച്ച് അവനെ കൊല്ലണമെന്നും വെട്ടണമെന്നും, ഇപ്പൊ കാസ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്, അങ്ങനെയൊക്കെയുള്ള സംഘടനക്കാർ പറയുന്നത് അത് ക്രിസ്തുവിൽ നിന്ന് 1 കോടി അല്ല 1000 കോടി കിലോമീറ്റർ അകലെയാണ് അവര്. പോപ്പ് ഫ്രാൻസിസ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ അനുയായി. അതെ, കാരണം യേശു വെളിച്ചത്തെയും കൊണ്ട് വന്നു, സ്നേഹത്തെയും കൊണ്ട് വന്നു, ഉപദേശത്തെയും കൊണ്ട് വന്നു. അദ്ദേഹം കുരിശിൽ മരിച്ചു. അപ്പൊ എന്റെ പിന്നാലെ എന്റെ കുരിശെടുത്ത് വരണമെന്നാണ് യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുത്തത്. ആ കുരിശാണ് പോപ്പ് ഫ്രാൻസിസ് എടുത്തത്. ഇതൊരു റിയാലിറ്റിയാണ്. മുസ്ലിങ്ങൾ പറഞ്ഞാൽ കേൾക്കാത്തവരാണ്, മനസ്സിലാകാത്തവരാണ്, പൊട്ടിത്തെറിക്കുന്നവരാണ്, വെട്ടിക്കൊല്ലാൻ മടിയില്ലാത്തവരാണ്, തീവ്രവാദികളാണ്. ശരിയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ നമുക്ക് അപ്പുറത്തുള്ളവരെല്ലാം നന്നായിട്ട് നമ്മൾ ക്രിസ്തുവിന്റെ ഉപദേശം പറയാനാണ്. നമ്മുടെ ജീവിതവും നമ്മുടെ ഉപദേശവും മറ്റുള്ളവനെ കേന്ദ്രീകരിച്ചോ അടിസ്ഥാനപ്പെടുത്തിയോ ആയിരിക്കരുത്. അവൻ എങ്ങനെയായാലും ഞാൻ ഇങ്ങനെയേ ആകാവുള്ളൂ. ഇപ്പം നിങ്ങളുടെ വീട്ടിലൊരു മാവ് നിപ്പുണ്ട്, നിങ്ങളുടെ വീടിന്റെ അപ്പുറത്തെ വീട്ടില് ഒരു ഒതളം നിപ്പുണ്ട്. അതൊരു ഒതളങ്ങയാണ് കായ്ക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലെ മാവ് പറയാണ് ആ ഒതളത്തിലും കൂടെ മാങ്ങ കായ്ച്ചെങ്കിലേ ഞാൻ ഇവിടെ മാങ്ങ കായ്ക്കുള്ളൂ. അങ്ങനെ പറയാൻ പറ്റുമോ? പോപ്പ് ഫ്രാൻസിസ് പറയുന്നത് വിശക്കുന്ന ഒരുവനെ നീ കണ്ടാൽ യു ആർ എ കാത്തലിക്, യു ആർ എ ക്രിസ്ത്യൻ.
യു മസ്റ്റ് ഫീഡ് ദം. തണുത്ത് വരയ്ക്കുന്നെങ്കിൽ നീ അവനെ പുതപ്പിക്കണം. ഇതല്ലേ പോപ്പ് ഫ്രാൻസിസ് പറഞ്ഞത്, അഭയാർത്ഥികളെ എങ്ങനെ യൂറോപ്പ് കൈകാര്യം ചെയ്യണമെന്ന്. ഇന്ന് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെ നമുക്ക് വലിയ മെഷീൻ ഗൺ വെച്ചോ എങ്ങനെയാണ് 14 കോടി ആളുകളെ കൊല്ലാൻ പോണേ? അവരെ കൊല്ലാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, ഇതൊരു റിയാലിറ്റി ആയിട്ട് നിൽക്കുമ്പോൾ തന്നെ, ഇസ്ലാമിക തീവ്രവാദം ലോകത്തിന് ഭീഷണിയായിട്ട് നിൽക്കുമ്പോൾ തന്നെ നീ ക്രിസ്തുവിന്റെ അനുയായിയാണോ അല്ലയോ എന്നുള്ള ചോദ്യം. ക്രിസ്തുവിന്റെ സൊല്യൂഷൻ എന്താണ്? ക്രിസ്തുവിന്റെ സൊല്യൂഷൻ സ്നേഹമാണ്. നന്മ കൊണ്ട് തിന്മയെ ജയിക്കണം. അപ്പം നന്മയാൽ തിന്മയെ ജയിക്കണം എന്ന് പൗലോസ് എഴുതി വെച്ചിരിക്കുക, യേശു ക്രിസ്തു പഠിപ്പിച്ചിരിക്കുക. സഭയുടെ ഉപദേശം അതാ. ആ ഉപദേശത്തെ എടുത്തുകൊണ്ട് പോപ്പ് ഫ്രാൻസിസ് എന്ത് പറയണമായിരുന്നു? യാതൊരു തരത്തിലും ഇന്നിപ്പോ യേശു കർത്താവുമായിട്ട് മുഖാമുഖം കാണുന്ന പോപ്പ് ഫ്രാൻസിസിന് ഒരു ഘട്ടത്തിലും തലകുനിക്കേണ്ടി വരില്ല. നല്ലവനും വിശ്വസ്തനുമായ വൃത്തിയാ കടന്നു വരൂ എന്ന് കർത്താവ് പറയും. ഇരുന്നാലിവിടെ, കാരണം ഞാൻ പറയേണ്ടതാണ് നീ പറഞ്ഞത്, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നു ഇത് പറയുമായിരുന്നു. നീ ഒന്നിലും തെറ്റിയിട്ടില്ല. അപ്പൊ ഒന്നിലും തെറ്റാതെ എല്ലാം കൃത്യമായിട്ട് ക്രിസ്തുവിന്റെ ഭാവത്തെ റിഫ്ലക്ട് ചെയ്തിട്ടാണ് പോപ്പ് ഫ്രാൻസിസ് പോയത്. അല്ലാതെ അദ്ദേഹം ജിഹാദിയോ ഇസ്ലാമിക ചാരനോ ഒന്നുമല്ല. പക്ഷെ ഇവർക്ക് ക്രിസ്ത്യാനിറ്റി ആയിട്ട് ബന്ധമില്ലാതെ പോയി എന്നുള്ള. ഞാൻ വളരെ കാര്യമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാനേ ഈ ക്ലബ് ഹൗസിൽ നടന്ന ചർച്ച കേട്ടിട്ട് എന്റെ തല വരെ മരച്ചുപോയി. കാരണം അത്രമാത്രം തെറിയും ചീത്ത ഇവര് പറയുന്നേ. അപ്പൊ അവര് പറയുന്നത് അവര് വിശ്വാസികളാണ്, സുവിശേഷകരാണ്, പാസ്റ്റർമാരാണ് എന്നൊക്കെയാണ് അവര് പറയുന്നത്. പക്ഷെ എനിക്ക് അത്രയും തെറി പറയുന്ന ഒരാൾ ഏത് പാസ്റ്റർ, എവിടുന്ന് പാസ്റ്റർ, എങ്ങനെ പാസ്റ്ററായി, അല്ലെങ്കിൽ എന്താണ് അവർ വെക്കുന്ന ആദർശം എന്ന് എനിക്ക് മനസ്സിലായില്ല. അത് മറ്റൊരു കാര്യം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇദ്ദേഹത്തെ ഒരു ജിഹാദിയായിട്ട് ചിത്രീകരിക്കുമ്പോൾ അദ്ദേഹം ചെയ്ത തെറ്റെന്താണെന്നാണ് ഞാൻ ഈ ചോദിച്ചത്. അപ്പൊ പാസ്റ്റർ പറഞ്ഞത് അദ്ദേഹം ഒരിക്കലും കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിച്ചില്ല, വന്നവരെ എതിരെയാണ്. പക്ഷേ ഈ യൂറോപ്പിൽ ഉണ്ടായ ഈ ഇസ്ലാമിക് കുടിയേറ്റവും തീവ്രവാദ പ്രവർത്തനങ്ങളും ചെല്ലുന്നിടത്തെല്ലാം വലിയ പ്രശ്നമാണല്ലോ. ഇന്നിപ്പോ എന്റെ ഇംഗ്ലണ്ടില് അവിടെ ഒരാൾ നിന്നുകൊണ്ട് ഇന്ത്യയിലെ ഒരു പട്ടാളക്കാരന്റെ കഴുത്ത് വെട്ടിക്കളയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഭീഷണി മുഴക്കിയേക്കാണ്. അപ്പൊ ക്രിസ്ത്യാനികൾക്ക് എന്തായാലും യൂറോപ്പിൽ ക്രിസ്ത്യാനികൾക്ക് ജീവിക്കാൻ മേലാത്തൊരവസ്ഥയായി ഇവര് കയറി കൂടിയതോടുകൂടി. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഒരു രാജ്യം ബൈബിളിന്റെ അടിസ്ഥാനത്തിലാണോ ചലിക്കേണ്ടത്? അങ്ങനെ ചലിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്കിപ്പോ പാകിസ്ഥാൻ ഇവിടെ വന്ന് 5 പേരെ വെടിവെച്ച് കൊന്നു അല്ലേ? അപ്പൊ നമ്മൾ എന്നാ അവരെ സ്നേഹിച്ചുകൊണ്ടിരിക്കാന്ന് വെച്ചാൽ വല്ല കാര്യം നടക്കുമോ? ഞാൻ ചോദിക്കുന്നത്, ഇവരെ നമ്മൾ സ്നേഹിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇവര് നമ്മുടെ സ്നേഹത്തെ വല്ലതും മനസ്സിലാക്കോ? ഇനി പോട്ടെ, ഈ പോപ്പ് ഫ്രാൻസിസ് ഒരു മിനിറ്റ്, പോപ്പ് ഫ്രാൻസിസ് അന്തരിച്ചു കഴിഞ്ഞപ്പോ അതിന്റെ താഴെ വന്ന കമന്റുകൾ അവർ എഴുതിയേക്കുന്നത്, കാര്യം പുള്ളി നല്ലവനായിരുന്നെങ്കിലും പുള്ളി എന്നെ നരകത്തിലേക്കാണ് പോയത് എന്നും പറഞ്ഞിട്ട് ഭയങ്കര കമന്റുകൾ വേറെ വന്നു. ഞാൻ ചോദിക്കുന്ന, അദ്ദേഹം ഇവർക്ക് വേണ്ടി എത്ര നല്ലത് ചെയ്തെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, അവർ ഇദ്ദേഹത്തെ ചീത്ത പറയുകയാണ് ചെയ്യുന്നത്. ഒന്ന്, പിന്നെ ഇവരെ ഇപ്പൊ ഇവിടെ വന്ന് വെടിവെച്ചിട്ട് പോയി, നമ്മൾ എന്നാ ഇവനെ സ്നേഹിച്ചുകൊണ്ടിരിക്കാം എന്ന് ചിന്തിച്ചാൽ ഒരു രാജ്യം നിലനിൽക്കുവോ? അല്ലെ ഒരു പ്രദേശം നിലനിൽക്കുവോ? അല്ലെ നമ്മുടെ കുടുംബം നിലനിൽക്കുവോ? ശരി, ഞാൻ അടുത്ത ചോദ്യം ചോദിക്കാം. അങ്ങനെ ആകുമ്പോ യേശു ക്രിസ്തുവിന്റെ ഉപദേശം തെറ്റെന്ന് സമ്മതിക്കണം, മുഹമ്മദിന്റെ ഉപദേശം എടുക്കണം. അപ്പൊ യേശു ക്രിസ്തു ഒരു പരാജയമായിരുന്നു എന്ന് ഈ ക്രിസംഖികൾ സമ്മതിക്കണം. ഈ വാസ് ആൻ അട്ടർ ഫെയിലിയർ. കാരണം അദ്ദേഹം ഉപദേശിച്ചത് കുരിശാൽ മരിച്ചു കാണിച്ചു. ഇത് നിങ്ങൾ ഇത് ചുമന്നുകൊണ്ട് പോരെ. ഇത് ആദ്യം പരാജയമായിരിക്കും. പക്ഷെ ഈ സ്നേഹത്താലും ഈ നന്മയാലും തിന്മയെ ജയിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അത് ഇതുവരെ ക്രിസ്ത്യാനിറ്റി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. അത് പ്രാക്ടീസ് ചെയ്യണമെന്നാണ് പോപ്പ് ഫ്രാൻസിസ് പറഞ്ഞത്. ഇന്ന് വരെ ക്രിസ്ത്യാനിറ്റി കാണിക്കാത്ത ക്രിസ്തുവിന്റെ സ്നേഹം ലോകത്തോട് കാണിക്കാൻ തുടങ്ങണം. അങ്ങനെ മാത്രമേ നമുക്ക് ലോകത്തെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഒരൊറ്റ മാർഗമേ ഉള്ളൂ. അപ്പൊ അതിന് ഒരുപാട് ആളുകൾ കൊല്ലപ്പെടേണ്ടി വരും. കർത്താവ് കൊല്ലപ്പെട്ട ആ പിന്നാലെ കൊല്ലപ്പെടേണ്ടി വരും. ഒരുപാട് കാലങ്ങൾ പിടിച്ചെന്നിരിക്കും ഇവരുടെ കണ്ണ് തുറന്നു വരാൻ. പക്ഷെ ഒരു ദിവസം ഈ നന്മ ഈ തിന്മയെ അതിജീവിക്കും. അതാണ് ക്രിസ്ത്യൻ ഹോപ്പ്. അതിന് പകരം നമ്മൾ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാൻ പോയാൽ ഈ തിന്മയുടെ സംഘർഷം ഒരിക്കലും അവസാനിക്കില്ല. ഒരു ചെയിനായിട്ട് ഇതിങ്ങനെ പോകും. അപ്പൊ ഇതിനെയാണ് ഇവര് ഈ ക്രിസംഖികളും അങ്ങനെയുള്ള ആളുകൾ എൻഡോഴ്സ് ചെയ്യുന്നത്. തിന്മ കൊണ്ട് തിന്മയെ ജയിക്കുക. യേശുക്രിസ്തു പറഞ്ഞതാ, നന്മ കൊണ്ട് തിന്മയെ ജയിക്കുക. അപ്പൊ ഇപ്പൊ ഈ ഡൊണാൾഡ് ട്രംപ് ഒക്കെ എടുത്തേക്കുന്ന ഒരു നിലപാടുണ്ടല്ലോ, മതില് കെട്ടുക എന്നുള്ള ഒരു നിലപാട്. അവിടെ
ഈ ഹമാസിന്റെ ഒക്കെ അനുകൂലികളായിട്ടുള്ള ആളുകളെല്ലാം പുറത്താക്കുന്ന ഒരു നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? ഹമാസിന്റെ ആളുകളെ രാജ്യത്തിന് ഭീഷണി ഉള്ളതിനെ അമേരിക്കൻ ഗവൺമെന്റ് സ്ക്രീൻ ചെയ്ത് പുറത്താക്കുന്നതൊക്കെ ഗവൺമെന്റിന്റെ നടപടികളാണ്. അപ്പൊ അതേപ്പറ്റി നമുക്ക് കമന്റ് പറയാൻ പറ്റത്തില്ല. ഒരു രാജ്യം ഭരിക്കുന്ന, അപ്പൊ അവർക്ക് കിട്ടിയിരിക്കുന്ന ടീമിൽ അവരാണ് ആ ഭരണപരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നത്. നമ്മളെ തത്വത്തെ സംബന്ധിച്ചാ പറയുന്നത്. തത്വത്തെ സംബന്ധിച്ച് മാർപ്പാപ്പ പറഞ്ഞു, മതിലുകൾ കെട്ടുകയല്ല, മറിച്ച് പാലങ്ങൾ പണിയുകയാണ് വേണ്ടത്. അപ്പൊ ലോക ജനതകളെ തമ്മിൽ ഇണക്കുന്ന പാലങ്ങൾ ഉണ്ടാക്കുക, ബന്ധങ്ങൾ ഉണ്ടാക്കുക, പരസ്പരം അറിയാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക, അങ്ങനെ ലോകത്ത് മനുഷ്യർ ഒന്നായി മാറുക. അപ്പൊ അതാണ് നിശ്ചയമായിട്ടും അതാണ് സംഭവിക്കേണ്ടത്. പക്ഷെ അതിന് പകരം ഇന്നെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഭിന്നിപ്പിക്കുകയും വിഘടിപ്പിക്കുകയും ചെയ്യുക. ഈ ഉദാഹരണം പറഞ്ഞ ഓക്കെ, എനിക്ക് അത് മനസ്സിലായി. ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഇങ്ങനെ കുറെ നാളായിട്ട് ഇങ്ങനെ ചിന്തിക്കുക, ഈ പാലസ്തീൻ എന്ന് പറയുന്ന ഈ രാജ്യം, ഇതിനെ ഒരു 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 രാജ്യമായിട്ട്, അല്ലെങ്കിൽ ഇതിന്റെ പൂർണ്ണ അധികാരം കൊടുത്ത് ഒരു രാജ്യമാക്കി എന്തുകൊണ്ടാണ് മാറ്റാൻ പറ്റാതെ? അങ്ങനെ ഒരു രാജ്യമാക്കി മാറ്റിയാൽ ഈ പറയുന്ന ഇവർക്ക് ഈ മറ്റുള്ള രാജ്യങ്ങളോടുള്ള ഇവരുടെ ആ ദേഷ്യവും പകയും വഴക്കും എല്ലാം ഒഴിവായി പോലും. ഇപ്പൊ താലിബാൻ അവരുടെ ആളുകൾ വന്ന് ഏറ്റെടുത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പം അവരായി അവരുടെ ഭരണമായി. ഇപ്പൊ വലിയ തീവ്രവാദമൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരവരുടെ സ്ത്രീകളോ എങ്ങനെ ഇടപെടുന്നു, അവരുടെ കുട്ടികളോട് എങ്ങനെ ഇടപെടുന്നു, അവരുടെ കാര്യങ്ങളാകാൻ പോകുന്നു, അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഒരു പരിധിവരെ ഒരു തടസ്സം വിടാൻ പറ്റിയല്ലേ ഈ പാലസ്തീൻ എന്ന് പറഞ്ഞ ഒരു രാജ്യമൊക്കെ രൂപീകൃതമായി അതിന്റെ പരമാധികാരം കൊടുത്ത് മുമ്പോട്ട് പോകും? ഈ സ്നേഹത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അത് നിശ്ചയമായിട്ടും അത് പാലസ്തീന് എത്രയോ വർഷമായിട്ട് ലോക രാജ്യങ്ങളുടെ ഒരു പ്രശ്നമാണ്. അല്ല, അത് ഒത്തിരി കേൾക്കത്തില്ലേ? എന്തോ സംഭവിച്ചെന്ന് തോന്നുന്നു. എന്താണെന്നറിയത്തില്ല കേട്ടോ. ഒരുപാട് കാലങ്ങളായിട്ടുള്ള ഒരു സജഷനാണത്. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇതൊരു പാലസ്തീന്റെ മാത്രം പ്രശ്നമല്ലല്ലോ. അപ്പൊ ഇത് മൊത്തത്തില് ലോകത്തെ ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ ആണ്. ഒന്ന് എക്സിറ്റ് ചെയ്തിട്ട് കയറാം. കേക്കാം. അത് ഞാൻ ചോദിച്ചതേ, അപ്പം ഞാൻ ഈ കുറെ നാളായിട്ട് ഇപ്പൊ നമ്മൾ ഈ ഇസ്ലാമിക് തീവ്രവാദത്തെ കുറിച്ചൊക്കെ ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുമ്പോഴും എന്റെ മനസ്സിലൊരു ചിന്ത, ഒരു അസ്വസ്ഥമായ ഒരു സമൂഹത്തിന്റെ ഒരു പൊട്ടിത്തെറിക്കൽ, അല്ലെങ്കിൽ ഒരു 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 അവസ്ഥ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഈ ഇവരുടെ ഈ പ്രവൃത്തിയെ കുറിച്ച്? നിശ്ചയമായിട്ടും ഇത് ഒരു ലോങ് ടൈം ട്രീറ്റ്മെന്റ് വേണ്ട കേസാണ്. ഇത് ലോകത്തെ ബാധിച്ചിരിക്കുന്ന ഒരു രോഗമാണ്. ഇപ്പൊ മനുഷ്യവർഗത്തെ ബാധിച്ചിരിക്കുന്ന ഒരു രോഗമാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് അവർക്ക് ബോധമില്ല. അവരത് ദൈവത്തിന് വേണ്ടി ചെയ്യുന്നു. ഇപ്പൊ യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് ബലി കഴിക്കുന്നു എന്ന് ചിന്തിക്കുന്ന കാലം വരും. അപ്പൊ അവര് ചിന്തിക്കുന്നത് ദൈവത്തിന് വേണ്ടിയായി കൊല്ലുന്നെന്ന്. കർത്താവ് എത്ര കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെ കൊല്ലുന്നവർ ദൈവത്തിന് വേണ്ടി കൊല്ലുന്നു എന്ന് ചിന്തിക്കുന്ന കാലം വരും. അപ്പോഴും എന്ത് ചെയ്യണം?
നമ്മൾ അതിനെ സമചിത്തതയോടെ നേരിടുകയും മരിക്കാൻ തയ്യാറാകുകയും ക്രിസ്തുവിന്റെ സ്നേഹത്തെ കാണിക്കുകയും ചെയ്യണമെന്ന കർത്താവ് പറഞ്ഞേ. അപ്പൊ ക്രിസ്തുവിന്റെ അനുയായിയെ തുടരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോപ്പ് ഫ്രാൻസിസ് ഈസ് റൈറ്റ്. ഹി വാസ് ആൻ ഐഡിയൽ ഡിസൈപ്പിൾ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ബാക്കിയെല്ലാം ഫേക്കാണ്. ഈ വിദ്വേഷം പറയുന്നവരും വെറുപ്പ് വിൽക്കുന്നവരും അവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവുമായിട്ട് ബന്ധമൊന്നും. ഇതിപ്പോ ആകെപ്പാടെ വലിയ കൺഫ്യൂഷൻ ആയല്ലോ. ഇതിപ്പം കൺഫ്യൂഷൻ ഇതാ സത്യം. അല്ല, ഇപ്പൊ പാസ്റ്റർ പറയുന്ന കറക്റ്റ് കാര്യമാണ്. പക്ഷെ സ്നേഹിക്കാനാണ് നമ്മളെ പഠിപ്പിച്ചേക്കുന്നത്. നിന്റെ ശത്രുവിനെ സ്നേഹിക്കാനാ പറഞ്ഞേക്കുന്നത്. അവന് വിശക്കുന്നെങ്കിൽ തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നെങ്കിൽ കുടിപ്പാൻ കൊടുക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതല്ലേ പോപ്പ് ഫ്രാൻസിസ് പറഞ്ഞുള്ളൂ. അല്ല, ഒന്നെങ്കിൽ നമ്മൾ ഈ വചനം അങ്ങ് മാറ്റി വെക്കണം, എന്നിട്ട് മറ്റതിനെ കൊള്ളണം, അല്ലെങ്കിൽ മറ്റതിനെ സ്വീകരിക്കണം, ഇത് ഒഴിവാക്കണം. ഇത് രണ്ടും കൂടെ നടക്കല്ലേ. ഏതെങ്കിലും ഒന്നേ പോകാൻ പറ്റുള്ളൂ. ഞായറാഴ്ച ഇത് പ്രസംഗിക്കുകയും ചെയ്യും, ബാക്കി ദിവസങ്ങളിൽ വെറുപ്പ് വെക്കുകയും ചെയ്യും. അല്ല, അത് പാസ്റ്റർ പറഞ്ഞ ഒരു പോയിന്റ് വളരെ കാര്യമാണ്. അല്ലെങ്കിൽ പിന്നെ ഈ എഴുതി വെച്ച വചനം തെറ്റാന്ന് പറയേണ്ടി വരും എന്ന് ഒരു പോയിന്റ് പറഞ്ഞില്ലേ? അത് ഒരു കറക്റ്റ് പോയിന്റ്. അത് തെറ്റാന്ന് പറയണ്ടേ. അതുകൊണ്ടാ പോപ്പ് ഫ്രാൻസിസ് ആ റൈറ്റ് എന്ന് പറഞ്ഞു. അദ്ദേഹം ഇതിനെല്ലാം അതേപോലെ ഉൾക്കൊണ്ടു. അദ്ദേഹം യേശു പറഞ്ഞതിന് അങ്ങനെ തന്നെ എടുത്തു, അങ്ങനെ തന്നെ വിശ്വസിച്ചു. ഇസ്ലാമിക സഹോദരന്മാരെ സ്നേഹിച്ചു. അവരുടെ കാല് വരെ പിടിക്കുന്ന രംഗമുണ്ട്. മൊറോക്കോയിൽ നിന്നവരുടെ കാലെ തൊട്ട് വണങ്ങി. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ അദ്ദേഹം ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുകയാണ്. മനസ്സിലായി? ഇവർ തപിച്ചിരിക്കുന്ന ഹൃദയത്തെ എങ്ങനെ തണുപ്പിക്കാൻ പറ്റും? സ്നേഹം കൊണ്ടേ പറ്റുള്ളൂ. പക്ഷെ അതിനിടെ നമ്മൾ അപമാനിക്കപ്പെടും, കൊല്ലപ്പെടും, കൊള്ളയടിക്കപ്പെടും, മാനഭംഗപ്പെടുത്തപ്പെടും. പക്ഷെ ക്രൈസ്റ്റ് എന്ന ലൈറ്റിനെ, ഈ ക്രൈസ്റ്റ് എന്ന് പറയുന്ന ലൈറ്റിനെ ലോകത്തിന് കൊടുക്കുക എന്നുള്ളതാണ് സഭയുടെ ദൗത്യം. അപ്പം മിഷൻ ഓഫ് ദ ചർച്ച് എന്നുള്ളത് കൃത്യമായിട്ട് ഉത്തരവാദിത്വത്തോടെ നിർവഹിച്ചു 12 കൊല്ലം പോപ്പ് ഫ്രാൻസിസ്. അതാണ് അദ്ദേഹം ചെയ്തത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ചെയ്തു, വിമർശനങ്ങൾക്ക് വിധേയനായി, ദുഷിപ്പേര്. അതുകൊണ്ടാണ് പഴിയും ദുഷിയും നിങ്ങളെപ്പറ്റി സകല തിന്മയും കളവായി പറയുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുകയും നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലുതായിരിക്കും. അപ്പൊ പോപ്പ് ഫ്രാൻസിസ് വലിയ ഇറ്റേണൽ റിവാർഡിന് വേണ്ടി സ്വർഗത്തിലേക്ക് പോയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. ഈ ഒരു തലമുറയിൽ ഇങ്ങനെ ക്രിസ്തുവിനെ പ്രസംഗിച്ചാറുണ്ട് ഇത്ര കൃത്യമായിട്ട്? അല്ല, ഞങ്ങൾ പെന്തക്കോസുകാര് പിന്നെ പോപ്പ് ഫ്രാൻസിസ് നരകത്തിൽ പോയെന്നാണ് അദ്ദേഹം മരിച്ചതിന് ശേഷം ഉണ്ടായിരുന്ന വീഡിയോകൾ ഒക്കെ ഞാൻ കേട്ടത്. ഞാനിതൊന്നും പ്രതികരിക്കാൻ പോയില്ല, ഞാനിതെല്ലാം കേൾക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞാനിതെല്ലാം വളരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പം ഞാൻ അതിനൊന്നും മറുപടി ഒന്നും പറയാൻ പോയില്ല. അപ്പൊ കുറെ പേര് എന്റെ വാട്സപ്പിലേക്ക് കമന്റ് വിട്ടു, താൻ എന്തുദ്ദേശിച്ച ഉണ്ടായിരിക്കുന്നത് പറയുന്നത് അദ്ദേഹം നരകത്തിലാണ് പോയത്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇതിപ്പോ എങ്ങനെ അറിയാം ആന്നൊക്കെ പറഞ്ഞു. അപ്പം അത് അതിനെക്കുറിച്ചും പറയാം കേട്ടോ, കുഴപ്പമില്ല. ഞാൻ ചോദിക്കുന്നത്, ഈ മാർപ്പാപ്പ 16 ഇസ്ലാമിക് രാജ്യങ്ങൾ സന്ദർശിച്ചു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്തോനേഷ്യ പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തോട് പറഞ്ഞു സുരക്ഷാ ഭീഷണി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അവിടെ പോയി മരിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പം ഒരു രീതി കൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹം ഈ പറയുന്ന ഈ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അദ്ദേഹം പരിശ്രമിച്ചു എന്നുള്ളതാണ് നമുക്ക് അതിൻ്റെ അകത്ത് മനസ്സിലാകുന്നത്. അല്ലേ? അദ്ദേഹത്തിന്റെ ഭാവി പോവാ, അല്ലാതെ കുരിശുദ്ധം നടത്തണം. ഇപ്പൊ ഈ പാലായിലുള്ള ഒരു കത്തോലിക്കൻ ഒരു അഡ്വക്കേറ്റ് ആണ്. പുള്ളി ക്ലബ് ഹൗസിൽ വന്ന് എന്നോട് പറഞ്ഞു, ഈ ഇദ്ദേഹം മരിച്ചത് നന്നായി, മാർപ്പാപ്പയല്ല, അവൻ മാർക്കാക്കയാണ്, അവൻ മാർക്കാക്കയാണ്. ഇനി ഞങ്ങൾക്ക് ഒരു പോപ്പിനെ കിട്ടും, ഞങ്ങളുടെ സ്വന്തം പോപ്പ്, ഒരു ക്രൂസൈഡർ ആയിരിക്കും ഇനി വരുന്ന പോപ്പ്, ഞങ്ങൾ ബാക്കിയുള്ളവരൊക്കെ തട്ടി തകർക്കും, ഇങ്ങനെയൊക്കെ. അപ്പൊ അദ്ദേഹത്തിന്റെ കിനാവ് നോക്കണം. അപ്പൊ ക്രിസ്തു ഒരു ക്രൂസൈഡർ ആയിരുന്നു. ക്രിസ്തു ആളുകളെ കൊല്ലാൻ പറഞ്ഞു. ക്രിസ്തുവിനെ ക്രൂശിക്കാൻ വന്നവരെ ക്രിസ്തു പറഞ്ഞ, എടാ പത്രോസെ, നീ വാളൊറയിലിട്. അപ്പൊ ഇത് പത്രോസിന്റെ അനുയായിയാ വാളൊറയിലിട്ട് നിന്ന് വാളെടുത്ത് വീശണമെന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ ഞാൻ ശരിയാണ്, ഇപ്പൊ പാസ്റ്റർ പറയുന്ന കറക്റ്റ് പോയിന്റ് ആണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു ഇതിൻ്റെ അകത്ത് ഒരു തീവ്രവാദ ചിന്താഗതിയുള്ള ഒരു സമൂഹം ഉണ്ടല്ലോ, അവരെ നമുക്ക് ഒരു രീതിയിലും നേരെയാക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ കുടുംബം എല്ലാം പറയുമ്പോ സാഹചര്യം വരുമല്ലേ? ശരി, അതിന് ലോകത്ത് പല സൊല്യൂഷൻസ് ഉണ്ട്. ഇപ്പൊ പറയാണ്ടേ പറഞ്ഞോട്ടോ. ഇവിടെ ആരുമില്ല. ജയിലിലിടുക, വെടിവെച്ച് കൊല്ലുക, ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ
അതൊക്കെ അവരുടെ സൊല്യൂഷനാണ്. അപ്പൊ ചർച്ചിന്റെ സൊല്യൂഷൻ അല്ല, ജീസസ് ക്രൈസ്റ്റിന്റെ സൊല്യൂഷൻ സ്നേഹമാണ്. അതാണ് പോപ്പ് ഫ്രാൻസിസ് പറഞ്ഞത്. ആസ് എ ക്രിസ്ത്യൻ, ക്രിസ്തുവിന്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് അദ്ദേഹം ക്രിസ്തുവിന്റെ സൊല്യൂഷൻ വെച്ചു. ഇതാണ് സൊല്യൂഷൻ. ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് ബൈബിളിൽ നിന്നും ക്രിസ്ത്യാനിക്ക് പറയാനുള്ള സൊല്യൂഷൻ ഇതാണെന്ന് പറഞ്ഞു, അർത്ഥശങ്കക്കിടയില്ലാതെ പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞത്, 100 മാർക്ക് കിട്ടും കർത്താവിന്റെ. ഇതാണ് സൊല്യൂഷൻ. പക്ഷെ ഇന്ന് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇപ്പൊ പോപ്പിന് എന്ത് ചെയ്യാൻ പറ്റും? അതേ യേശു പറഞ്ഞല്ലേ പറഞ്ഞേ. അപ്പൊ പെന്റക്കോസുകാരോ കരിസ്മാറ്റിക്കാരോ അങ്ങനെയുള്ള ഈ ക്രിസംഗികളോ കാസക്കാരോ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ വേറൊരു വേർഷനാണ്. ഇറ്റ്സ് ആൻ അനദർ വേർഷൻ ഓഫ് ക്രിസ്ത്യാനിറ്റി. ദേ ആർ ഹോൾഡിങ് അനദർ വേർഷൻ ഓഫ് ക്രിസ്ത്യാനിറ്റി, നോട്ട് ട്രൂ ക്രിസ്ത്യാനിറ്റി. അപ്പൊ ട്രൂ ക്രിസ്ത്യാനിറ്റിയാണ് പോപ്പ് ഫ്രാൻസിസ് പറഞ്ഞത്. അപ്പൊ അദ്ദേഹം അനഭിമതനായി ഇവർക്ക്. അല്ല, അത് പ്രായോഗിക തലത്തിൽ പോപ്പ് പറഞ്ഞ ഒരു പ്രായോഗിക തലത്തിൽ ഇപ്പൊ പ്രാക്ടിക്കൽ ആവില്ല. പ്രായോഗിക തലത്തിൽ അതേ പ്രാക്ടിക്കൽ ആവുള്ളൂ. ലോങ് റണ്ണിൽ നമ്മൾ ഇവരെയെല്ലാം ഉൾക്കൊള്ളുകയും ഇവർ നമ്മെ മനസ്സിലാക്കുകയും ചെയ്യണം. പക്ഷെ നമ്മളിപ്പം അവരെ കൊല്ലാൻ വേണ്ടി നിൽക്കുമ്പോൾ നമ്മളിൽ എന്ത് ക്രിസ്തുവിനെ അവർ കാണുന്നത്? നമ്മളിലെ ക്രിസ്തുവിനെ അവർ കാണണമെങ്കിൽ നമ്മൾ അവരെ സ്നേഹിക്കണം. ആ സ്നേഹത്തിൽ ആദ്യകാലങ്ങളിലൊന്നും അവരത് ഉൾക്കൊള്ളത്തില്ല, വിശ്വസിക്കത്തില്ല. അവർ എതിർക്കും, കൊല്ലും, ചതിക്കും. ആ ചതി ഏക്കാൻ, അതുകൊണ്ടാണ് ചതി ഏറ്റിട്ടും ഞങ്ങൾ എന്ത് ചെയ്യുന്നു? പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഞങ്ങൾ വീണ് കിടന്നിട്ടും മറ്റുള്ളവരെ ഉപദ്രവിക്കാത്തവർ. സകലവിധ ദുഷിയും നിന്ദയും പരിഹാസവും കേട്ടിട്ടും എല്ലാവർക്കും വേണ്ടി എല്ലാമായി തീരുന്നു. ഞങ്ങൾ ക്രിസ്തുവിന്റെ സുഗന്ധമായി തീരുന്നു. കൊരിന്ത്യയിലായിട്ട് പൗലോസ്ലീഹ ഇതെല്ലാം എഴുതുക. അപ്പൊ ഞങ്ങൾ വീണ് കിടക്കുന്നെങ്കിലും നശിച്ചു പോകുന്നില്ല. നമ്മൾ വീണ് കിടക്കേണ്ടി വന്നേക്കാം, കൊല്ലപ്പെട്ടേക്കാം, ചതിക്കപ്പെട്ടേക്കാം, വഞ്ചിക്കപ്പെട്ടേക്കാം, ഉപദ്രവിക്കപ്പെട്ടേക്കാം, കൊള്ളയടിക്കപ്പെട്ടേക്കാം, സമ്പത്തുക്കളുടെ അപകാരം നിങ്ങൾ സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. അപ്പൊ ഇതെല്ലാം സംഭവിക്കുമെന്നും ഇങ്ങനെയുള്ള കഷ്ടങ്ങളിലൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ ക്രിസ്തുവിനെ ലോകത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ലോങ് എൻഡ്യൂറൻസിലൂടെ പോയി ക്രിസ്തുവിനെ ലോകത്ത് വെളിപ്പെടുത്തി ലോകത്തെ ക്രിസ്തുവിന് വേണ്ടി നേടണം എന്നുമാണ് കർത്താവ് തന്റെ സഭയ്ക്ക് കൊടുത്ത കൽപ്പന. ഇന്ന് വരെ സഭ അത് പാലിച്ചിട്ടില്ല. കഴിഞ്ഞ 12 വർഷമായിട്ട് പോപ്പ് ഫ്രാൻസിസ് അത് പറഞ്ഞു. അദ്ദേഹം കൊള്ളരുതാത്തവനായി, അനഭിമതനായി. അപ്പൊ ഇവര് ക്രിസ്ത്യൻ ചർച്ചിനെ പറ്റി ചിന്തിക്കുന്ന എന്നാ? മറ്റൊരു സംഘടന പോലെ, മറ്റൊരു മതം പോലെ ഒരു മതം ഇത്. നോ, മറ്റൊരു മതം പോലത്തെ മതമല്ല ഇത്. മറ്റൊരു സംഘടന പോലത്തെ സംഘടനയല്ല ഇത്. ക്രിസ്തു എന്ന നിസ്തുല്യ പുരുഷന്റെ ഉപദേശത്തെ ഹോൾഡ് ചെയ്യേണ്ടതാണ്. ആ ഉപദേശം കുരിശിൽ മരിച്ച അതിന്റെ സെൻട്രൽ പീസ് ക്രോസ് ആണ്. അങ്ങനെ മരിക്കാൻ തയ്യാറാകുന്നവരുടെ സഭയാണ്. അതാണ് കർത്താവ് കൊടുത്ത മെസ്സേജ്. ആ മെസ്സേജിനെ ഇവരെന്ത് ചെയ്യാണ്? ഹൈജാക്ക് ചെയ്യുക, അടിച്ച് തകർത്തേക്കാന്ന് പറയും. മനസ്സിലായി? അത് എന്ത് ക്രിസ്തുവാ, എന്ത് ബന്ധം, എന്ത് ക്രിസ്ത്യാനിയായിട്ട് എന്ത് ബന്ധം? ഓക്കെ, അത് കറക്റ്റാ. ആ പോയിന്റിൽ പിന്നെ എനിക്ക് അതിൻ്റെ അകത്തൊന്നും പറയാനില്ല. കാരണം അതാണ് അതിന്റെ ഒരു ശരി. കാരണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ പരിപാടി വേണ്ടെന്ന് വെക്കേണ്ടി വരും. നമ്മളും പണിക്ക് എടുത്തോണ്ട് ഇറങ്ങേണ്ടി വരും. നമുക്കൊന്നുകിൽ ഭഗവാൻ കൃഷ്ണനെ പിന്തുണയ്ക്കാം, കയറി പൂജന അമ്മാവനാണോ അളിയനാണോ എന്ന് നോക്കണ്ടെന്നാ കൃഷ്ണൻ പറഞ്ഞു. മുഹമ്മദും പറഞ്ഞതാ. നിന്റെ മുമ്പിൽ നിൽക്കുന്നത് അപ്പനായാലും മകനായാലും അവൻ നിന്റെ ശത്രുവാണെങ്കിൽ അവനോട് യുദ്ധം ചെയ്യാന്നുള്ളതാണ് അതിന്റെ ഒരു പോളിസി എന്ന് പറയുന്നത്. അത് തന്നെയാണ് മുഹമ്മദും പറഞ്ഞത്. ഇപ്പം അപ്പനാണോ നോക്കണ്ട, വെട്ടിയേക്കളെ. അല്ല, ഇതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ ഖുറാനിലെ ഈ അന്യമതസ്ഥരെ കൊല്ലാൻ പറഞ്ഞിട്ടുണ്ടോ? ഇത് ശരിയാണോ? ഞാനത് വായിച്ചിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചത് മാത്രം. ഇതിന്റെ യഥാർത്ഥ വസ്തുത എന്താ? ഒന്ന് ക്ലിയർ ആയിട്ട് അറിയാനാ. പറഞ്ഞിട്ടുണ്ട്. അത് ചിലപ്പോ അവര് ചില ആളുകൾ അതിനെ വ്യാഖ്യാനിച്ച് സോഫ്റ്റ് ആക്കും. ഇതങ്ങനെയല്ല. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള, ഈ ലോകം മുഴുവൻ മറ്റു മതക്കാരെ കൊന്നൊടുക്കിയപ്പം അവർക്കാർക്കും ഖുർആൻ അറിയത്തില്ലായിരുന്നു. അങ്ങനെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബഹ്റിൻ, കുവൈറ്റ്, സൗദി അറേബ്യ ഇതെല്ലാം 100% ക്രിസ്ത്യൻസ് ആയിരുന്നു, ക്രിസ്ത്യൻ രാജ്യമായിരുന്നു. ഇപ്പോഴും കുവൈറ്റ് കുഴിച്ചപ്പം ക്രിസ്ത്യാനിയുടെ കല്ലറയും പള്ളിയെല്ലാം പൊങ്ങി വന്നു. ബഹ്റിന് കുഴിച്ചത് മൂടാൻ പറഞ്ഞു, ഒമാനി കുഴിച്ചപ്പോ കിട്ടി, സൗദിയിൽ ഇഷ്ടം പോലെ. അപ്പൊ ഇത് മുഴുവൻ ക്രിസ്ത്യൻ രാജ്യങ്ങളായിരുന്നു. ഇപ്പൊ ഈ നമ്മുടെ ഏറ്റവും ഒടുവിൽ ഇപ്പൊ സിറിയയില് 20ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിന്റെ 45% ക്രിസ്ത്യാനിയായിരുന്നു. ഇപ്പൊ 1.8 ഉള്ളൂ. ഇപ്പൊ പോയ പോക്കുണ്ടോ? ഈ 100% ക്രിസ്ത്യാനിയായിരുന്നു ലെബനോൻ, 100%. ഇപ്പം 25% ക്രിസ്ത്യാനി, 75% മുസ്ലിം. ഇതെങ്ങനെയാ? അതായത് കൊന്നു വളർന്ന ഒരു മതം എന്ന് വേണേ പറയാം, അല്ലേ?
അതെ. എന്നിട്ട് അവര് പറയാ കൊല്ലാൻ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ കൊല്ലത്തില്ല. അതിനകത്ത് പറഞ്ഞിട്ട് കാര്യം. അങ്ങനെയാണല്ലേ നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ ഡെമോഗ്രാഫി നോക്ക്, കണക്കുകൾ നോക്ക്, ഡേറ്റ വെച്ചിട്ട് നോക്ക്. അവരെല്ലാം എവിടെ പോയി? അല്ല ഞാൻ ചോദിക്കട്ടെ, അപ്പൊ അത് വേണം. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും ഒരു ക്രൂരത നിറഞ്ഞ ഒരു തത്വസംഹിത, നമ്മൾ മതമെന്നൊന്നും പറയേണ്ട, ഒരേ മിനിറ്റ്, എന്തുകൊണ്ടാണ് ഇത്രയും ക്രൂരത നിറഞ്ഞ ഒരു ആശയം ഈ ഈ ലോകത്തിലേക്ക് നമ്മൾ ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്ത എന്താ സ്ഥാപിക്കപ്പെട്ടതെന്നോ അല്ലെങ്കിൽ ഇറങ്ങി വന്നതെന്നോ എന്ന് വേണം പറയാം. അതിന്റെ പിന്നിൽ എന്താണ്? ഒരു പൈശാചികതയാണോ? എന്താണ് അതിന്റെ? എനിക്ക് മനസ്സിലാവുന്നില്ല. മനുഷ്യന്റെ സ്വാഭാവികത തിന്മയോടുള്ള ഇൻക്ലിനേഷനാണ്. ഇപ്പം നിങ്ങള് 2 പിള്ളേർ നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നടന്നു പോകുമ്പോൾ ഒരു തവള എവിടെ നിന്ന് ക്രോ ക്രോ എന്ന് വെക്കുക. അപ്പൊ അതിലൊരു പയ്യൻ ഒരു കല്ലെടുത്ത് ആ തവളക്കിട്ട് എറിയും. അവനെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടായിരുന്നു, മോനെ നീ പോകുന്ന വഴിക്ക് തവള ക്രോ ക്രോ നോക്കും, എറിയണോന്ന് പറഞ്ഞു വിട്ടായിരുന്നു. ഇല്ല. ആണോ? ഇല്ല. അനുസരണക്കേട് പഠിപ്പിക്കാൻ എവിടെയെങ്കിലും ഒരു കോച്ചിങ് സെന്റർ ഉണ്ടോ? അനുസരണക്കേട് പഠിപ്പിക്കാൻ കോച്ചിങ് സെന്റർ ഇല്ല. അല്ല, കൂടുതൽ ആളുകൾ അനുസരണം കേട്ടവരല്ലേ? അല്ല, അത് ശരിയാ. 90% ആളുകളും നോക്കുമ്പം ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ റോട്ടിൽ കൂടെ പോകുമ്പോൾ ഒരുത്തനെ ആളുകൾ തല്ലുന്ന കണ്ടാൽ പിടിച്ചു മാറ്റാനല്ല ശ്രമിക്കുന്നത്, അവന്റെ 2 തല്ലി കൊടുത്തിട്ട് പോകാനാ മറ്റവൻ ശ്രമിക്കുന്നത്. അത് പോട്ടെ, സിമ്പിൾ. നമ്മുടെ ട്രാഫിക് റൂൾസ് എത്ര പേര് അനുസരിക്കുന്നുണ്ട്? ട്രാഫിക് റൂൾസ് പഠിപ്പിക്കാനും അനുസരണം പഠിപ്പിക്കാനും എന്തുമാത്രം പണവും സമയവും നമ്മൾ ചെലവഴിക്കുന്നത്. പോലീസുകാരെ നിർത്തുന്നു, ടിക്കറ്റ് കൊടുക്കുന്നു, സ്പീഡ് പിടിക്കുന്നു, മദ്യപിച്ചൊന്ന് ഊതിക്കുന്നു. ഇതെല്ലാം ചെയ്തിട്ട് ആളുകൾ കള്ളു കുടിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത് അതിന്റെ ഒരു അടിസ്ഥാന റീസൺ എന്താണ്? അതാ പറഞ്ഞേ, തിന്മയോടാണ് മനുഷ്യന് നാച്ചുറൽ ഇൻക്ലിനേഷൻ ഉള്ളത്, തിന്മയോടാണ്. അനുസരണം പഠിക്കേണ്ടതാണ്. അതുകൊണ്ട് അനുസരണം പഠിച്ചു, അനുസരണക്കേട് പഠിക്കണ്ട. അപ്പൊ അങ്ങനെ അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവെന്ന് പൗലോസ് എഫേസ്യരിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ അനുസരണക്കേടാണ് ഈ സ്പിരിറ്റ്. അല്ല ഒരു ഉസ്താദിന്റെ ഒരു പ്രസംഗം കേട്ടു. അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് നബി 1000 പേരുടെ കഴുത്തറക്കുന്നുണ്ടെങ്കിൽ അതൊരു കാരുണ്യാന്ന് പറഞ്ഞു. അപ്പം ഞാൻ അത് കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് എന്റെ തല ഞാനിങ്ങനെ ഒന്ന് കുടഞ്ഞു, ഇത് എന്താ ഈ പുള്ളി പറയുന്നതെന്നുള്ളത്. അപ്പം 1000 പേരെ ഇങ്ങനെ കഴുത്തറത്ത് കൊല്ലുക എന്ന് പറഞ്ഞാലും അതൊരു തെറ്റാണ്, അല്ലെങ്കിൽ അതൊരു ജീവനാണ്. ദൈവം കൊടുത്ത ഒരു ജീവനെ മനുഷ്യന് എടുക്കാനുള്ള അവകാശമില്ല എന്നുള്ളൊരു ചിന്ത അവന്റെ മനസ്സിലേക്ക് വരുന്നില്ല. മുഹമ്മദ് നബി അർത്ഥപ്പോ ആ കർമ്മേലിന്റെ താഴെ കെരീത്ത് തോട്ടിൽ ഏലിയാവ് 450 പേരുടെ കഴുത്ത് അറുത്തായിരുന്നു. അതുകൂടെ ഒന്ന് പറയണം. ആ യഹോവ ഭക്തനായ അജു ജോണൊക്കെ ഉണ്ടല്ലോ, അവനൊക്കെ ഇത് കേൾക്കുന്നുണ്ടോ? കേക്കട്ടെ, അവിടെ അർത്തായിരുന്നു. അല്ല, അജുജോൻ ബ്രദറൊക്കെ പാസ്റ്ററെ വളരെ ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ അവനെ ഇവനൊന്നും പറയണ്ട, അജു ബ്രദർ എന്നൊക്കെ പറഞ്ഞു. ഞാൻ കുറ്റമല്ല പറഞ്ഞേ, ഞാൻ പറഞ്ഞ യഹോവയുടെ സ്പിരിറ്റ് ആണ് അവിടുന്ന് ഇത് തുടങ്ങിയത്. അവിടെ ഈ അർത്ഥം. എന്നിട്ട് യേശു ക്രിസ്തു എന്ത് ചെയ്യുന്നുണ്ട്? ലൂക്കോസ് 19 വരുമ്പോ അതിനെ യേശു അപലപിക്കുന്നുണ്ട്, നീയൊക്കെ ഏത് ആത്മാവിന് അധീന രാജ്യം. യോഹന്നാനും യാക്കോബോടെ ചെന്ന് പറയുന്നുണ്ട്, കർത്താവ് ഏലിയാവ് ചെയ്ത പോലെ നമുക്കും സൊല്യൂഷൻ, നമുക്കിപ്പോ വെടിവെക്കാന്ന് പറയുന്നവരുടെ ഇപ്പൊ പറയുന്നുണ്ടല്ലോ. ഇപ്പൊ ക്രിസംഖികളൊക്കെ ആണെങ്കിലും പറയുന്നത് എന്തിനാ നമുക്ക് കയറി പൂശിയേക്കാം. അത് യേശുവിനോട് ചോദിച്ചു, ശമരിയയിൽ മൊത്തം തീയിറക്കട്ടെ എന്ന് ചോദിച്ചു. യേശു ചോദിച്ചു, നീയൊക്കെ ഏത് ആത്മാവിന് അതിന്, നീയാണോ ക്രിസ്ത്യാനിറ്റി പഠിപ്പിക്കുന്നത്, നീ എന്തിനാണ് എന്റെ കൂടെ നടക്കുന്നത്? കൃത്യമായിട്ട് ബൈബിളിലുണ്ടല്ലോ. അപ്പൊ പോപ്പ് ഫ്രാൻസിസിന് അതിന്റെ ആവശ്യമില്ല, അദ്ദേഹം അതുകൊണ്ട് അത് പറഞ്ഞില്ല. അല്ല, പാകിസ്ഥാനെ ഒറ്റയടിക്ക് അടിച്ച് നിരപ്പാക്കണമെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ച് ഒന്നുകൂടെ ചിന്തിക്കണം അങ്ങനെ പറയുമ്പോൾ. കാരണം എന്ന് വെച്ചാൽ അത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണ്, രാജ്യം നോക്കിക്കോളും, അത് മറ്റൊരു കാര്യം. പക്ഷേ നമുക്കത് എതിർക്കാൻ പറ്റത്തില്ല. ഇനി ഒരു കാര്യം ഞാൻ ചോദിക്കുന്നത്, ഈ സ്വവർഗഭോഗ LGBT അതുപോലെയുള്ള ലെസ്ബിയൻ ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു സമീപനം എടുത്തു. അങ്ങനെയുള്ളവരെ ഒഴിവാക്കി നിർത്താൻ പാടില്ല, അവരെ ചേർത്ത് നിർത്തണം എന്നൊക്കെ പറഞ്ഞു. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അത് നമ്മൾ പറയുന്ന മനുഷ്യന്റെ ബലഹീനതയാണ്, അതാണ്. അങ്ങനെ ബലഹീനത നോക്കിയാൽ എന്തൊക്കെ ബലഹീനതയാണെന്ന് നമ്മൾ പറയേണ്ടി വരും. ഞാനിപ്പോ ഒരുത്തണ്ട് പോയി ഒരു തല്ലു കൊടുത്തു, അത് എന്റെ ബലഹീനത എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അല്ല, അങ്ങനെയല്ലത്. നമ്മൾ അവരെ ഉൾക്കൊള്ളണം. ഇപ്പൊ അവർക്ക് അങ്ങനെ ഒരു ഓറിയന്റേഷൻ ഉണ്ടെന്ന് വെച്ചാൽ അവരെ സമൂഹത്തിൽ നിന്ന് പുറത്താക്കുക, അവർക്ക് ജോലി കൊടുക്കാതിരിക്കുക, അവരെ ഒന്നിനെ ഉൾപ്പെടുത്താതിരിക്കുക എന്നുള്ള ഒരു നയം ഉണ്ടായിരുന്നു. അത് മാറണം, അവരോടുള്ള മനോഭാവം മാറണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ശരിയാ, ഞാനും ആ പക്ഷത്താണ്. അല്ലാതെ ഒരു മനുഷ്യൻ ഞാൻ ചോദിക്കുന്ന, പ്രകൃതിക്ക് ഒരു നിയമം ഉണ്ടല്ലോ, പ്രകൃതി വിരുദ്ധ ലൈംഗികത എന്ന് പറയുന്നത് പ്രകൃതിക്ക് തന്നെ എതിരല്ലേ?
അപ്പൊ പ്രകൃതിക്കെതിരെ നിൽക്കുന്ന, ഞാൻ ചോദിക്കട്ടെ, ഏതൊരു മൃഗത്തെ എടുത്തു നോക്കിയാൽ, അല്ലെങ്കിൽ പക്ഷിമൃഗാദികളൊന്നും എടുത്തു നോക്കിയാൽ അവരൊന്നും ഈ രീതിയിലേക്ക് വരുന്നില്ലല്ലോ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതൊരു പ്രകൃതി വിരുദ്ധതയല്ലേ ഇത് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത്. അപ്പൊ അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാതെ ഇരിക്കുകയല്ലേ നല്ലത്. അതിനെ എതിർക്കുക തന്നെ അല്ലേ ചെയ്യേണ്ടത്. അല്ലല്ല, അതിനെ എതിർക്കല്ല. കാരണം അവരങ്ങനെയാണ്, നമുക്കെന്താ ചെയ്യാൻ പറ്റും? ഇപ്പൊ പലവിധ ബലഹീനതകളുടെ ആളുകൾ ജനിക്കുന്നില്ല. എല്ലാവരും പെർഫെക്റ്റ് അല്ലല്ലോ. എല്ലാവരും പെർഫെക്റ്റ് അല്ലെന്നല്ല, ആരും പെർഫെക്റ്റ് അല്ല. ഇപ്പൊ ഏതൊരു മനുഷ്യനെ എടുത്ത് പരിശോധിച്ച് സ്കാനിങ് നടത്തിയാൽ അവർക്കെല്ലാം ഓരോ വൈകൃതങ്ങളുണ്ട്, ഓരോ വൈരൂപ്യമുണ്ട്, ഓരോ ബലഹീനതയുണ്ട്. പെർഫെക്റ്റ് മാൻ എന്ന് പറഞ്ഞൊരു സാധനമൊന്നുമില്ല. നമ്മൾ പ്രിറ്റൻഡ് ചെയ്യും നമ്മളൊക്കെ പെർഫെക്റ്റ് ആണ്. അപ്പൊ അത് ആ ഇടത്ത് ഒരു നിലപാടിനെ, അവരെ ചേർത്ത് നിർത്തിയ ഒരു നിലപാടിനെ നല്ലതാണെന്നാണ്. അത് അവർക്ക് ഒരു പ്രോത്സാഹനമല്ലേ ആവുള്ളൂ വീണ്ടും അത് ചെയ്യാൻ. അല്ലല്ല, അങ്ങനെ ഇപ്പൊ ഈ മൊട്ടായി കമ്പനി ജോലി കിട്ടുന്നവരിൽ എപ്പോഴും മൊട്ടായി തിന്നോണ്ടിരിക്കുന്നതല്ല. നമ്മൾ അവരെ ചേർത്ത് നിർത്തുമ്പോൾ ചിലപ്പോൾ അവരിൽ ഒത്തിരി പേര് സ്വാഭാവിക ലൈഫിലേക്ക് തന്നെ മടങ്ങി വരാൻ സാധിക്കും. നമ്മൾ അവരെ വെറുക്കുകയും എതിർക്കുകയും ചെയ്യുമ്പോഴാണ് അവർ നഷ്ടപ്പെടുന്നത്. നമ്മൾ അതേപ്പറ്റി പഠനം നടത്തണം, എന്തുകൊണ്ട് അവരങ്ങനെയായി. അപ്പൊ അതിന് ബയോളജിക്കൽ റീസൺ ഉണ്ടോ, അതോ വേറെ ഇമോഷണൽ ആണോ, അതോ എന്താണ്? അപ്പൊ നമ്മൾ അവരെ നമ്മുടെ കൂട്ടത്തിൽ നിർത്തി, അവർ മനുഷ്യവർഗത്തിൽ പെട്ടവരാണ്, അവരെ ഒരിക്കലും തള്ളിക്കളയാതെ നമ്മുടെ കൂട്ടത്തിൽ നിർത്തി, അതിനി ഒരുപക്ഷെ നമ്മുടെ കുറവുകൾ കൊണ്ട് സംഭവിച്ചാണോ? അങ്ങനെയെങ്കിൽ നമുക്ക് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അവർക്ക് വേണ്ടി, നമുക്ക് വേണ്ടി. അങ്ങനെ അവരെ ചേർത്ത് നിർത്തിക്കൊണ്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ അവരെ എലിമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ക്രിസ്തീയ നയമല്ല. അതൊക്കെ പറയണമെങ്കിൽ വലിയ ധൈര്യം വേണം. അതൊക്കെ പോപ്പ് ഫ്രാൻസിസിനുണ്ടായിരുന്നു. അതാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. പിന്നെ പാസ്റ്റർ പറഞ്ഞു അദ്ദേഹം ഒരു ചെറിയ മുറിയിലാണ് താമസിച്ചത്, ഒരു കട്ടിലുള്ളായിരുന്നു, ഒരു മേശ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ശരിക്കും ഒരു ലളിത ജീവിതം ആയിട്ട് അഭിനയിക്കുകയാണോ, അതോ അങ്ങനെ ജീവിച്ചുകൊണ്ട് എന്തായി? ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹത്തിന് നല്ല മുറിയുണ്ട്, കട്ടിലുണ്ട്, മേശയുണ്ട്, വണ്ടിയുണ്ട്, സൗകര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അത് എന്തുകൊണ്ടാണ് അദ്ദേഹം അത് ഉപയോഗിക്കാത്ത? അതൊരു ലളിത ജീവിതമാണെന്ന് പറയാൻ പറ്റുമോ? അത് പറ്റും. അതെന്നാ പറയാ, ചിന്തിക്കാത്തോണ്ടാ. ഇപ്പൊ നമ്മൾ ചിന്തിച്ചു കഴിയുമ്പോൾ, നമ്മൾ ഈ ലോകത്തിലെ ദരിദ്രരെ പറ്റിയും കഷ്ടം അനുഭവിക്കുന്നവരെ പറ്റിയും ചിന്തിക്കുമ്പോൾ നമ്മുടെ ഫെസിലിറ്റീസ് പലപ്പോഴും നമുക്ക് ആത്മനിന്ദ ഉണ്ടാവും. നമ്മൾ അവരെക്കാൾ എന്ത് യോഗ്യത ഉണ്ടായിട്ടാ ഇതൊക്കെ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഈ ഭക്ഷണമൊക്കെ കഴിക്കുന്നത്? പലപ്പോഴും നമുക്ക് വിഷമം വരും ചിന്തിക്കാമെങ്കിൽ. അപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഭാര്യയും മക്കളും ഒന്നും ഇല്ല. അദ്ദേഹം കൂടുതൽ സമയം പ്രാർത്ഥനയും ചിന്തയൊക്കെയാണ്. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന ഒരു മനുഷ്യന് സുഖലോലുപതയിൽ വിഹരിക്കാൻ മനസ്സ് വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഒരു സാധാരണ കട്ടിലും സാധാരണ മുറിയിലും പരിമിതപ്പെട്ട് ജീവിച്ചു. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ഭൂരിപക്ഷം ആളുകളോട് താതാത്മ്യപ്പെട്ടു. ഞാൻ ചോദിക്കുന്ന അദ്ദേഹം അങ്ങനെ ജീവിച്ചതുകൊണ്ട് ഇവിടുത്തെ ദാരിദ്ര്യം മാറും? അപ്പൊ നമ്മുടെ മഹാത്മാഗാന്ധി നമ്മുടെ വസ്ത്രം പതിവ് ഉള്ളായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് എല്ലാവർക്കും വസ്ത്രമില്ല, ഭക്ഷണമില്ല, അങ്ങനെയൊക്കെ ഉള്ളവരാണ്. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ പോപ്പ് മാർപ്പാപ്പ ഇപ്പൊ അങ്ങനെ ഒരു കുഞ്ഞു കട്ടിലെ കിടന്നുകൊണ്ടോ, ബെഡില്ലാതെ കിടന്നുകൊണ്ടോ, നിലത്ത് കിടന്നുകൊണ്ടോ ഈ ദാരിദ്ര്യമോ അല്ലെങ്കിൽ ഇതെന്തെങ്കിലും മാറുന്നുണ്ടോ? അതിന് പദ്ധതികളല്ലേ നമ്മൾ തയ്യാറാക്കേണ്ടത്. അതെ, അത് ശരിയാണ്. ഞാനൊരു ചോദ്യം ചോദിക്കാം. മഹാത്മാഗാന്ധി ഇൻഫ്ലുവൻസ് ചെയ്ത ആരാ? മഹാത്മാഗാന്ധിയുടെ ഒരു കരണത്ത് സൗത്ത് ആഫ്രിക്ക വെച്ച് സായിപ്പ് തല്ലി പല്ല് പോയി. അപ്പൊ അദ്ദേഹം മറുകരണം കാണിച്ചു കൊടുത്തു. ഹൂ ഇൻഫ്ലുവൻസ്ഡ് ഗാന്ധി? അത് യേശു ക്രിസ്തുവിന്റെ തത്വമാണ്. അദ്ദേഹം യേശുക്രിസ്തു ആണ് ഗാന്ധിയെ ഇൻഫ്ലുവൻസ് ചെയ്തത്. ശരി, ഈയിടെ രാഹുൽ ഗാന്ധി പറഞ്ഞു ഖുറാനാണ് ഗാന്ധി ഇൻഫ്ലുവൻസ് ചെയ്തത്. മനസ്സിലായോ? ഞാൻ പറഞ്ഞു യേശുക്രിസ്തുവിന്റെ മുഹമ്മദ് തല്ലി കൊള്ളുമ്പോ അപ്പുറത്തെ കവള് കാണിച്ചോണ്ടിരിക്കുക. അപ്പോ യേശുക്രിസ്തു ഗാന്ധിയെ ഇൻഫ്ലുവൻസ് ചെയ്തെന്ന് സാജു ബ്രദർ സമ്മതിക്കുന്നുണ്ടോ? യേശുക്രിസ്തുവിന്റെ വചനങ്ങളാണ് അതായത് ഈ സർമൺ ഓൺ ദ മൗണ്ട് എന്ന് പറഞ്ഞാൽ. അതെ, ആയിക്കോട്ടെ. അപ്പൊ യേശുക്രിസ്തുവിനാൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണല്ലോ ഗാന്ധി. അതെ, അതെ, നോൺ വയലൻസ് യേശുവിൽ നിന്നാണ്. ആയിക്കോട്ടെ, അതെ. നമ്മുടെ പെന്റക്കോസ്തുകാരെ എത്ര ഗാന്ധി ഇൻഫ്ലുവൻസ് ചെയ്ത പോലെയാണോ യേശു ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? അല്ല, ശരിയാ, ഞാൻ ഉത്തരം പറയാം. ഗാന്ധിജി യേശുവിന്റെ അതാണ് ലഭിച്ചത് കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാധീനം, അത് ഇൻഫ്ലുവൻസ് ലഭിച്ചിട്ടുണ്ട്.
ഇന്ത്യക്ക് എന്നിട്ട് ആ സ്വാതന്ത്ര്യം ഇൻഫ്ലുവൻസ് കിട്ടാൻ തന്നെ ഇവർക്ക് കിട്ടാത്ത. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ പോലെയുള്ള കാരണമായി തീർന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ അതെ സ്വാതന്ത്ര്യം അതെ ലഭിച്ചതിന്റെ അതും പിന്നിലുള്ള ആ അതായിക്കോട്ടെ, അതൊക്കെ നമ്മുടെ വിഷയം അല്ലല്ലോ. നമ്മുടെ വിഷയം യേശു ഗാന്ധിയെ ഇൻഫ്ലുവൻസ് ചെയ്തെങ്കിൽ എന്തുകൊണ്ട് സമാന ഇൻഫ്ലുവൻസ് പെന്തക്കോസുകാരിലൊന്നും ഉണ്ടാകുന്നില്ല, ഈ ക്രിസംഖികളിൽ അല്ല ഉണ്ടാകുന്നില്ല? ഉണ്ട് 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 ബന്ധക്കോസാരിൽ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം വളരെ അല്ല അത് കുറച്ച് ആളുകൾ ഇങ്ങനെ ഞാൻ ചോദിക്കട്ടെ, യേശു ഗാന്ധിയെ ഇൻഫ്ലുവൻസ് ചെയ്തപ്പോ ഗാന്ധി ലളിത ജീവിതമായി ദാരിദ്ര്യം ശീലിക്കാൻ തുടങ്ങി, പാവങ്ങളുടെ ഇടയിൽ ജീവിക്കാൻ തുടങ്ങി, ക്ഷമിക്കാൻ തുടങ്ങി. ഇപ്പം യേശു ഇപ്പൊ പറയുന്ന ഈ സോക്കോൾഡ് പാസ്റ്റർമാരെ ഒക്കെ ഇൻഫ്ലുവൻസ്, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ സ്വർഗീയ അല്ല ഇന്നലെ തങ്കുനെ. അല്ല അത് ഞാൻ പറയാം. അതായത് യേശു ഒരിക്കലും ദരിദ്രനായിരുന്നു എന്ന് ഇവര് പഠിപ്പിക്കുന്നില്ല. യേശുവിന്റെ അങ്കി ചീട്ടിട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ അത് കോടിക്കണക്കിന് രൂപ വില വരുന്ന കുപ്പായമായിരുന്നെന്നാണ് അവര് പഠിപ്പിക്കുന്നത്. ശരി ശരി, അത് മാത്രമല്ല അല്ല കേട്ടെ, യേശുവിന്റെ കൂടെ നടന്ന യൂദായുടെ കയ്യിൽ പണസഞ്ചി ഉണ്ടായിരുന്നുവെന്നും പണം ഒരുപാട് കയ്യിൽ വെച്ചിരുന്നുവെന്നും വരുന്നവർക്കെല്ലാം ഭക്ഷണം കൊടുത്തു അങ്ങനെയൊക്കെ ഒരുപാട് പുതിയ തിയോളജിക്കാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞോളൂ. ഇപ്പൊ അവർ എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ ആയിക്കോട്ടെ. അല്ല, അപ്പൊ സ്വച്ഛ യേശുവിനെ ജഡമാംസി തൈലം, അല്ല ഒരു മിനിറ്റ്, സ്വച്ഛ ജഡമാംസി തൈലം ഇവിടുത്തെ യേശുവിന്റെ കാല് കഴുകി അത് ലക്ഷക്കണക്കിന് രൂപ വിലയുള്ളതായിരുന്നു. അപ്പൊ യേശു നല്ല പെർഫ്യൂം, ഏതാണ് അവരതിനൊരു സുഗന്ധവർഗം, നല്ല പെർഫ്യൂം, നല്ല വസ്ത്രം, റോഡിൽ ആളുകളെ തന്നെ ഷർട്ട് അവരുടെ വസ്ത്രം വിരിച്ച് ഇങ്ങനെയൊക്കെ വലിയ കാര്യങ്ങളാണ് അവര് പറയുന്നത്. ശരി, അതാണ് അതിന്റെ അതല്ല ഞാൻ പിന്നിലുള്ള ചേതോവികാരം. അതാ ഞാൻ പറഞ്ഞത്. അല്ല അപ്പൊ ഞാൻ പറയുന്നത്, അപ്പൊ ഗാന്ധിയെ ഇൻഫ്ലുവൻസ് ചെയ്തതോ ഫാൾസ് ജീസസ് ആണ്, ശരിയായ യേശു അല്ലെന്ന് സമ്മതിക്കണം, അത് പറയൂ. അല്ല, അത് ഞാൻ പറയില്ല. അല്ലല്ല അതെങ്ങനെ ഇത് രണ്ടും കൂടി വെക്കുന്നേ? അപ്പൊ അവരെ ഞാൻ ഇവര് ചെയ്ത് ശരിയാന്നല്ല പറഞ്ഞു, ഇവര് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്നാ ഞാൻ അല്ല അവരതെ ഞാൻ പറഞ്ഞു, ഇതിൽ ഏതെങ്കിലും ഒരു കക്ഷിയെ ഒറിജിനൽ യേശു അല്ല, അനദർ ജീസസ് ആണ് ഇൻഫ്ലുവൻസ് ചെയ്ത്. അത് ഗാന്ധിയെ പിടിച്ച യേശു ആണോ ഒറിജിനൽ യേശു, ഈ പെന്തക്കോസ് പാസ്റ്റർമാരെ പിടിക്കുന്ന യേശു ആണോ ഒറിജിനൽ യേശു എന്ന് നമ്മൾ തീരുമാനിച്ചാണ്. അത് പ്രേക്ഷകർ തീരുമാനിച്ചോട്ടെ, നമുക്ക് തീരുമാനിക്കാം. അല്ല, ഇതിന്റെ അകത്ത് ഈ പെന്തക്കോസ്റ്റിൽ എന്ന് പറയുമ്പോൾ ഈ ക്ലബ് ഹൗസിലൊക്കെ ഇരുന്ന് ചർച്ച നടത്തുന്നവർ മാത്രമേ ഇച്ചിരി പെശകുള്ളൂ. ബാക്കിയൊക്കെ ഉള്ള ആളുകൾ, ഈ ഔട്ട്സൈഡിൽ നിൽക്കുന്ന ആൾക്ക് വെറും സാധുക്കളും കഞ്ഞിക്ക് ഗതിയില്ലാത്തവരും ദുഃഖിതരും നിരാശരും ഒക്കെയാ. ഈ പറഞ്ഞ ഈ ടിനു ജോർജ്, തങ്കു, കോട്ടയത്തുള്ള തങ്കു, ആ താരു, ഇങ്ങനെയൊക്കെയുള്ള കോടിക്കണക്കിന് രൂപ, ഇപ്പം നമ്മുടെ വറീസ്, മറ്റേ വേറെ ഒരുത്തനുണ്ട്, അവന്റെയൊക്കെ പേര് മറന്നു, മദ്രാസിലും ഒക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവര് ഈ ബില്യൺ കണക്കിന് രൂപ ഇങ്ങനെ യേശുവിന്റെ നാമത്തിൽ സമ്പാദിച്ചുകൊണ്ടിരിക്കുമ്പോ അവരെ സ്വാധീനിക്കുന്ന യേശു വേറൊരു യേശു അല്ലേ? അപ്പൊ ഇത് നമ്മൾ തീരുമാനിക്കണം. ഒന്നുകിൽ ഗാന്ധിയെ ഏതോ പിശാച് പിടിച്ചു, അതാണ് ആത്മവഞ്ചന എന്ന് പറയുന്നത്. ഗാന്ധിയുടെ കാര്യം പറയുന്നത് കണ്ടോ, ഞങ്ങളുടെ യേശു ഗാന്ധിയെ എന്നിട്ട് എന്താണ് ആ യേശു നിന്നെ സ്വാധീനിക്കാത്ത? ഗിരിപ്രഭാഷണത്തിലെ ഒറ്റ കാര്യങ്ങൾ പോലും പെന്തക്കോസ്തുകാർ പാലിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ ഒരു കറക്റ്റ് കാര്യം പറഞ്ഞു. കാരണം നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്, ചെയ്യരുത്, ഡു നോട്ട്. നമ്മൾ ഡോണ്ട് എന്ന് പറഞ്ഞൊരു ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഒക്കെ പഠിക്കുമ്പോൾ ഡോണ്ട് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാനൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചോദിച്ചാൽ ഡോണ്ട് എന്ന് പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, ചെയ്യരുത് എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ. അപ്പൊ അത് നമ്മളെല്ലാവരും ചെയ്യുന്നുണ്ട്. അത് മറ്റൊരു കാര്യം. ഗിരിപ്രഭാഷണത്തിൽ പറയുന്ന ഒരു കാര്യം ഈ പറയുന്ന പ്രസ്ഥാനങ്ങളൊന്നും അംഗീകരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ദാരിദ്ര്യം ഒരു ശീലമായിട്ട് പോപ്പ് ഫ്രാൻസിസ് എടുത്തു. അദ്ദേഹം ദരിദ്രനായിട്ടും മിനിമലിസ്റ്റ് ആയിട്ടും ജീവിച്ചു, ചുരുങ്ങിയ വസ്തുക്കൾ കൊണ്ട് അദ്ദേഹം ജീവിച്ചു. അപ്പൊ അദ്ദേഹത്തിന് മരിച്ച സമയത്ത് അദ്ദേഹത്തിന് വിൽപ്പത്രം എഴുതാനൊന്നും ഇല്ലായിരുന്നു, ഒരു സ്വത്തും ഇല്ല, ആകെ $100 ഉണ്ടായിരുന്നുള്ള കൈ. പ്രശ്നമില്ലല്ലോ. അതൊരു ഭയങ്കര അത്ഭുതം കേട്ടോ. $100 മാത്രമായിട്ട് ഒരു പോപ്പ് അന്തരിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമില്ല. ഞങ്ങളുടെയൊക്കെ വലിയ വലിയ പാസ്റ്റർമാരൊക്കെ ഇപ്പം എം.എ. വർഗീസ് പാസ്റ്ററൊക്കെ മരിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കൊക്കെ ഒരു 1000 കോടി രൂപയുടെ ആസ്തി കാണും. പിന്നെ അത് തന്നെ അറിയാത്ത സ്ഥലത്തും കാണും, മക്കൾക്ക് പോലും അറിയാൻ മേലാത്ത സ്ഥലത്തും. ബാങ്കിലൊക്കെ ഈ അൺക്ലെയിംഡ് ഫണ്ട്സ് എന്ന് പറഞ്ഞുണ്ട്, തിരുവല്ലായി മാത്രം 1200 കോടി രൂപയാണെന്ന് പറഞ്ഞു. അൺക്ലെയിംഡ് ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ അവകാശികളില്ലാതെ തട്ടിപ്പോയി. അല്ല, എനിക്കറിയാം. അല്ല, അത് മാത്രമല്ല, മറ്റു പല അവകാശികളും ചിലർക്കൊക്കെ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. കാരണം എനിക്ക് പരിചയമുള്ള ഒരു പാസ്റ്റർ ഒരു സഹോദരിൽ ഒരു കൊച്ചിനെയൊക്കെ സൃഷ്ടിച്ച് അവിടെ ഒരു ഓർഫനേജ് നിർത്തിയിട്ടുണ്ട്. ഇത് വേറെ ആർക്കും അറിയത്തില്ല, ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് മാത്രമേ അറിയത്തുള്ളൂ. പുള്ളി ഇവിടുന്ന് ഇടയ്ക്ക് ഭാര്യയുടെ അടുത്ത് കുറച്ചുകൂടെ നിന്ന് മടുത്ത് കഴിയുമ്പോൾ പുള്ളി അമ്പടെ ഒന്ന് പോയി അവിടെ പോയി കുറച്ച് നിന്ന് ആ സഹോദരി അടുത്ത് കുറച്ചു നേരമൊക്കെ നിന്നിട്ട് പിന്നെ തിരിച്ചു വരും. പുള്ളിയാണ് എന്നിട്ട് ഒരാളൊരു കുടുംബ പ്രശ്നമായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളിയോട് പറഞ്ഞു,
അപ്പൊ പുള്ളി പറഞ്ഞു എന്റെ പെണ്ണുമ്പിള്ള ഭയങ്കര പ്രശ്നം സഹകരിക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോ പുള്ളി പറഞ്ഞു നീ ഒരു കാമുകിനെ വെച്ചോളാൻ പറഞ്ഞു. അതൊരു വലിയ വിവാദമായ ഒരു പ്രശ്നം. അത് ആരാന്നും എന്നോട് ചോദിക്കുന്നത്, അതൊന്നും ഞാൻ പറയല്ല. നീ ഒരു കാമുകിനെ വെച്ചോളാൻ പറഞ്ഞു. ആ പേരോട് പറയാം. അതൊന്നും ഞാൻ പറയല. രഹസ്യങ്ങളുടെ ഒരു കലവറയാ ഞാൻ. എനിക്ക് എന്നെ എത്രയോ ആളുകൾ വിളിക്കും. നമുക്കതൊന്നും പറയാം. നമ്മളെ കൗൺസിലിംഗ് പഠിപ്പിക്കുന്നതിന് അടഞ്ഞ ശവക്കല്ലറ പോലെ ആയിരിക്കണം എന്നല്ലേ പറഞ്ഞു. അപ്പൊ ഇത് നമ്മൾ പറയാം. പുള്ളി പറഞ്ഞത് ഒരു കാമുകിനെ വെച്ചോളാൻ പറഞ്ഞു. അപ്പൊ ഞാനിത് പറഞ്ഞു വന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ടാൻ പറഞ്ഞു, ഈ ദാരിദ്ര്യം ശീലിച്ചു എന്ന് പറയുമ്പം അതിന്റെ ആവശ്യമുണ്ടോന്നാ ഞാൻ ഈ ചോദിച്ചത്. ആവശ്യമുണ്ട്. നമ്മൾ ലോകത്തിലൊരു മോഡലാണ്ടേ. പിന്നെ ഞാൻ ഒരു കാര്യം ഇവിടെ പറഞ്ഞല്ലേ, ഞാൻ ഈ കത്തോലിക്ക സഭയെ കുറിച്ച് കുറച്ചുകൂടെ പഠിച്ചു കഴിഞ്ഞപ്പം ഞങ്ങൾ പെന്തക്കോസ്ത് പാസ്റ്റർമാർ ജീവിക്കുന്നതിനെക്കാട്ടിലും ചുരുങ്ങിയ രീതിയിൽ എന്ന് പറഞ്ഞാൽ വസ്ത്രം ആയിക്കൊള്ളട്ടെ, ആർപ്പാടുകളായിക്കൊള്ളട്ടെ, ഭക്ഷണം ആയിക്കൊള്ളട്ടെ. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം പോളണ്ടിൽ നിന്ന് ഒരു അച്ഛൻ ഉണ്ടായിരുന്നു, തോമസ് അച്ഛൻ. അദ്ദേഹത്തിന്റെ വീട്ടുപേര് പറയാൻ വലിയ പാടാ, അതുകൊണ്ടാണ് ഞാൻ പറയാം. ഫാദർ തോമസ്, പോളണ്ടിൽ നിന്നുള്ള അച്ഛൻ. അദ്ദേഹത്തിന്റെ ഒക്കെ അവസ്ഥ അദ്ദേഹമൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത് ഞാൻ ബസ്സിനാണ് പോകുന്നത്, ബസ്സിനാണ് വരുന്നത്. അപ്പം അദ്ദേഹം അത്ര ലളിതമായിട്ടാണ് അവർ ജീവിക്കുന്നത്. അപ്പൊ ആ പൈസ കൊണ്ട് അദ്ദേഹം ഈ അച്ഛന് ഒരു പേരുണ്ട്, തേയില അച്ഛൻ എന്നൊരു പേരുണ്ട്. അതുകൂടെ ഈ ആളുകൾ കേൾക്കാൻ വേണ്ടി പറയാം, തേയില അച്ഛൻ. അപ്പൊ ഞാൻ ചോദിച്ചു, അച്ഛാ എന്തിനാ ഈ തേയില അച്ഛൻ എന്ന് പേര് വന്നു ചോദിച്ചു. പറഞ്ഞു, ഞാൻ എറണാകുളത്ത് ഒരു പള്ളിയിൽ ഇരിക്കുമ്പോൾ അവിടെ പള്ളി പണിയണം, കാശില്ല. അപ്പൊ ഞാൻ വിശ്വാസികളോട് പിരിവ് വെച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ പൈസ ഇല്ല. ഇങ്ങനെ ഒരു വലിയ മുക്കന്മാരാൻ കണ്ടാൻ തോന്നുന്നു, അവരൊക്കെ അധികം വലിയ പൈസ ഒന്നുമില്ല. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഈ പള്ളി പണിയാനുള്ള പൈസ ഞാൻ ഉണ്ടാക്കാം, നിങ്ങളൊന്ന് സഹകരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു എങ്ങനെയാ? അച്ഛൻ പോയി മൂന്നാറിൽ പോയി തേയില എടുത്തു. പള്ളി പറഞ്ഞു ഒരു വർഷത്തേക്കാണോ 6 മാസത്തേക്കാണോ നിങ്ങൾ കടയിൽ നിന്ന് തേയിലയും പഞ്ചസാരയും മേടിക്കാൻ പാടില്ല, ഈ പള്ളിയിൽ നിന്ന് മേടിച്ചോണമെന്ന് പറഞ്ഞു. അച്ഛൻ മൂന്നാറിൽ പോയി തേയില എടുത്തോണ്ട് വന്നു, പഞ്ചസാര എടുത്തോണ്ട് വന്നു. 10-200 കുടുംബങ്ങളുണ്ട്. എല്ലാവർക്കും തന്നെ മാസത്തിൽ 1 കിലോ 2 കിലോ 3 കിലോ തേയില വേണം. അങ്ങനെയാണ് ഈ അച്ഛൻ പൈസ സ്വരൂപിച്ചാണ് പള്ളി പണിതെന്ന് പറഞ്ഞത്. അപ്പൊ അച്ഛൻ പറഞ്ഞു എനിക്കൊരു പേരുണ്ടായി, തേയില അച്ഛൻ എന്നൊരു പേരുണ്ടായി. പക്ഷേ ഞങ്ങളുടെ ആളുകളെ സംബന്ധിച്ച് സ്ഥലം ഉണ്ടെങ്കിൽ പോലും കലപ്പിക്ക് കൈവച്ച ശേഷം തിരിഞ്ഞു നോക്കുന്നതും ദൈവരാജ്യം അവകാശമാക്കില്ലെന്ന് പറഞ്ഞിട്ട് ഒരു കാന്താരിമുളക് പോലും നട്ടുവെക്കുകയില്ല. അതും മറ്റൊരു കാര്യം. അപ്പൊ ഞാൻ അത് പറയാമെന്നല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. കത്തോലിക്ക സഭയിൽ ഒരുപാട് നല്ല ആദർശങ്ങളുണ്ട്. നാളെ എനിക്ക് ഏതൊരു ട്രോള് വരും, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഞാൻ അതിൻ്റെ അകത്ത് ഒരു ഗുണങ്ങൾ ഒരുപാട് കാണുന്നതാണ് ഞാൻ ഈ ആളുകളോട് പറയുന്നത്. മനസ്സിലായി? അപ്പൊ ഈ ദാരിദ്ര്യം പോപ്പ് ഫ്രാൻസിസ് സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ ആവശ്യകത എന്താണെന്നാണ് ഞാൻ ഈ ചോദിച്ചത്. അപ്പൊ പറഞ്ഞു ഒരുപാട് പേര് ദരിദ്രരായി. ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹത്തിന് ആ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാൻ മേലെ. അപ്പൊ ആളുകൾ പറയുമ്പോ അദ്ദേഹം ഇങ്ങനെ കാണിക്കുന്നത് ചിലപ്പം അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ ഒരു അഭിപ്രായം വരുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? അല്ല, അങ്ങനെയല്ലത്. കാരണം ഇപ്പം മദർ ട്രീസ ഒരു മുറിയിലായിരുന്നു, ഒറ്റ മുറി, ഒരു ബെഞ്ചും ഒരു മേശയും ഒരു കസേരയും ഉണ്ടായിരുന്നത്. ആ ബെഞ്ചെ കിടക്കും, മേശയിലിരുന്ന് വല്ല എഴുതും, മുട്ടുകുത്തി പ്രാർത്ഥിക്കും, ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ മുറി ഈ താഴെ ഈ ജനറേറ്ററോ മറ്റോ ഇരിക്കുന്ന ഒരു കോർണറിലായിരുന്നു. അതുകൊണ്ട് എപ്പോഴും അതിന്റെ ഒച്ചയും പുകയല്ലാണ്ട് ഈ മുറി ചൂട് കൂടുതലായിരുന്നു, ശല്യമായിരുന്നു. അത് വേറെ സിസ്റ്റേഴ്സ് ഒന്നും കൊടുക്കാതെ ഏറ്റവും അസൗകര്യമുള്ള മുറി അവരെടുത്തു. ബാക്കി സിസ്റ്റർമാർക്കുള്ള കുറെ കൂടെ മെച്ചപ്പെട്ട മുറികൾ. അപ്പൊ ആ കോൺവെന്റിലുള്ള ഏറ്റവും താമസിക്കാൻ ബുദ്ധിമുട്ടുള്ള മുറി, വളരെ പരിമിതമായ സൗകര്യത്തിൽ പത്രക്കാർ ചെല്ലുമ്പോഴല്ല, വർഷങ്ങൾ ആ മുറിയിൽ തന്നെ താമസിച്ചു. അപ്പൊ അതങ്ങനെ അഭിനയാവുന്നു. അല്ല, അത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ പറ്റില്ല. എനിക്ക് ഇത് പറഞ്ഞപ്പോൾ എനിക്കത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ദൈവത്തോട് ചെയ്യുന്ന ഒരു തെറ്റായിപ്പോ. ഒരു പാസ്റ്ററെ ഞാൻ വിളിച്ചു പ്രസംഗിക്കാൻ. അദ്ദേഹം എന്നോട് ആദ്യം ചോദിച്ചു എവിടെയാ താമസിക്കുന്നത്. ഞാൻ പറഞ്ഞു ഞങ്ങളോട് താമസിക്കാം. പുള്ളി പറഞ്ഞു പറ്റിയല്ല, എനിക്ക് ഒരു ഹോട്ടലിൽ ഒരു മുറി വേണം, അതൊരു AC മുറി ആയിരിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, സമ്മതിച്ചു. അടുത്ത ചോദ്യം, ഏത് വണ്ടിയാണ് സഞ്ചരിക്കാനുള്ളത്? ഞാൻ പറഞ്ഞു വണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാം. പുള്ളി പറഞ്ഞു വലിയ തെറ്റില്ലാത്ത ഒരു AC വണ്ടി ആയിരിക്കണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അടുത്ത 3ാമത്തെ ചോദ്യം, ഭക്ഷണം എങ്ങനെയാ? ഞാൻ പറഞ്ഞു ഭക്ഷണം കൺവെൻഷനിലെ മീറ്റിങ്ങിലെ എല്ലാവരോടും ഇരുന്ന് ഒന്നിച്ച് കഴിക്കാം. പുള്ളി പറഞ്ഞു അത് പാടില്ല, എനിക്കുള്ള ഭക്ഷണം എന്റെ മുറി കൊണ്ടെത്തണം. ഇനി അച്ചായൻ പറഞ്ഞു, അല്ല പാസ്റ്റർ പറഞ്ഞു. എന്നിട്ട് ആ പാസ്റ്റർ വിളിച്ചോ? അല്ല, അതൊക്കെ പറഞ്ഞപ്പോ ആളുകൾക്ക് മനസ്സിലാവും. ആളുകൾ കേൾക്കണ്ടേ വിളിച്ചോ ഇല്ലയോ? അല്ല, അത് പറയുമ്പോ കേൾക്കേണ്ട വരും. അപ്പം ഞാൻ ചോദിക്കുന്നത് അതോ
അല്ല, അതാ ഒത്തിരി ഡിമാൻഡിങ് ഉണ്ട്, ആളുകളുണ്ട് കേട്ടോ, അങ്ങനെ ഡിമാൻഡ് ഉള്ളവരുണ്ട്. അപ്പൊ അതാ പറഞ്ഞ ക്രിസ്തുവിന്റെ ദാസൻ എങ്ങനെ ആയിരിക്കണം, അത് എല്ലാ അർത്ഥത്തിലും, മനോഭാവത്തിലും, ജീവിതത്തിലും എല്ലാം പകർത്തി എല്ലാ മേഖലയിലും ക്രിസ്തുവിനോട് ഏറ്റവും അടുത്ത് ജീവിച്ച് മാതൃക കാണിച്ച് കടന്നുപോയ ഒരു പോപ്പാണ് പോപ്പ് ഫ്രാൻസിസ്. അപ്പൊ അദ്ദേഹത്തെയാണ് ഇവര് ചീത്ത വിളിക്കുന്നത്. ക്രിസംഗിയാണ്, അല്ല പിന്നെ ജിഹാദിയാണ്, പിശാചാണ്, എതിർ ക്രിസ്തു ആണ് എന്ന്. ഇത്രേ ഉള്ളൂ ഇത്. ഇവരുടെ ക്രിസ്തുവായിട്ടുള്ള ബന്ധം അത്രേ ഉള്ളൂ, അതേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അത് നിർത്താം. ഞാൻ വേറൊരു ചോദ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല. ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ അറിഞ്ഞത് ഒരു 67 പേര് പെന്തക്കോസ്തൽ സഭ വിട്ട് ഓർത്തഡോക്സ് സഭയിലേക്ക് വന്നു എന്നൊരു വാർത്ത കിട്ടും. അതിന്റെ 2-3 കുടുംബക്കാരുടെ, ഒരു കുടുംബത്തിൽ തന്നെ 2 കുടുംബത്തിന്റെ ഒരു ഫോട്ടോ ഫേസ്ബുക്കിൽ കാണുകയും ചെയ്തു. ഇത് ഒരു വല്ല സത്യമുള്ള കാര്യമാണോ? അതെ അതെ, ഈ ആഴ്ച 67 പേര് മാമോയിസ എടുത്ത് സഭയിൽ ചേർന്നു. മിക്ക ആളുകൾക്കും ഫോട്ടോ പ്രസിദ്ധീകരിക്കുന്നതിന് താല്പര്യം. മാമോദിസ പിന്നെ എടുക്കേണ്ട ആവശ്യമുണ്ടോ? മാമോദിസ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന് നമ്മൾ ഞങ്ങൾ ഏറ്റവും ആണല്ലോ. പെന്തക്കോസുകാർ കൊടുക്കുന്ന മാമോദിസ കത്തോലിക്ക സഭയില് അംഗീകരിക്കും, യാക്കോബക്കാർ അംഗീകരിക്കുക. അപ്പൊ അന്നേരം 2 സ്നാനം ആവൂലേ പാസ്റ്ററെ? ഇല്ല, പെന്തക്കോസിന്റെ സ്നാനം ഇൻവാലിഡ് ആയിട്ടാണ് യാക്കോബ സഭ കണക്കാക്കുന്നത്. അപ്പൊ ഈ 67 പേര് ഈ പെന്തക്കോസിൽ നിന്ന് ഈ ഓർത്തഡോക്സ് വിശ്വാസത്തിലേക്ക് വന്നു, അല്ലെ യാക്കോബ വിശ്വാസത്തിലേക്ക് വന്നു എന്നുള്ളത് ശരിയാണോ? അതെ, ശരിയാ. അല്ല ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയുള്ള 2-3 പേരെ എനിക്കൊന്ന് പരിചയം. ഇവരോട് ഒന്ന് ചോദിക്കാമല്ലോ, നിങ്ങൾ എന്താണ് ഇവര് ഈ പെന്തക്കോസ് വിശ്വാസം ഉപേക്ഷിക്കാനുള്ള കാരണം? അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, അവര് നമ്മുടെ ഈ പ്രസംഗവും നമ്മുടെ പോസ്റ്റുകളും ഒക്കെ കണ്ടിട്ട് മാറുന്ന. ഇപ്പൊ നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ട് മാറുന്നവരുടെ കാര്യം പറയുന്നത്. നമ്മളെ കോണ്ടാക്ട് ചെയ്ത് മാറുന്ന ഒത്തിരി പേരുണ്ട്, നമ്മളെ അറിയിക്കാതെ. മനസ്സിലായി? ഇതൊരു ട്രെൻഡാണ്. ഇപ്പൊ ആളുകൾക്ക് ബോധം വരാൻ തുടങ്ങി. ഇത് സ്പീഡ് കൂടി വരും. കൂടുതൽ ആളുകൾ തിരിച്ച് ഓതന്റിക് ചർച്ചിൽ പോകും. ഇപ്പൊ തന്നെ ഈ പോപ്പ് ഫ്രാൻസിസിന്റെ ഫ്യൂണറിൽ തന്നെ അനേകം മുൻ കത്തോലിക്കരെ ചിന്തിപ്പിക്കും. ഇതാണ് യഥാർത്ഥ സഭ, ലോകം നിൽക്കുന്ന നിപ്പ് കണ്ടോ, ദിസ് ഈസ് ട്രൂ ചർച്ച്. ആ യേശു ക്രിസ്തുവിന്റെ മഹത്വത്തിനൊത്തവണ്ണം അടക്കുന്നുണ്ട്. അപ്പൊ ഒത്തിരി കാത്തലിക്സ് ഈ ഒരു കാഴ്ച കൊണ്ട് തന്നെ തിരിച്ചു പോകും, സംശയമില്ല, വരും ദിവസങ്ങളിൽ കാണാം. അല്ല, അതൊരു വലിയ സാക്ഷ്യമായിരുന്നു കേട്ടോ, വലിയൊരു സാക്ഷ്യം. അത് പറയാതിരിക്കാൻ പറ്റിയല്ല, വലിയൊരു സാക്ഷ്യമാണ്. പക്ഷെ ആ സാക്ഷ്യത്തിന് ഇനി അനുഭവിക്കാൻ പോകുന്നുള്ളൂ ജനം, അതും മറ്റൊരു കാര്യം. ഇനി യൂറോപ്യൻ കൺവെൻഷന് ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് വന്നു, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വന്നു, ഇന്ത്യൻ പ്രസിഡന്റ് വന്നു, ഇതൊന്നും ഒരു കാര്യമല്ലടേ, ഇതുമല്ല ഒരു കാര്യമാണോ എന്ന് ചോദിക്കുന്ന പെന്തക്കോസ്തുകാരുടെ കൺവെൻഷൻ ഈ റാന്നി MLA രാജു എബ്രഹാം എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇവങ്ങളെന്തിനാ കാറുന്നത്? പിടികിട്ടോ? ഇതൊരു കാര്യമല്ലെങ്കിൽ അവൻ അത് കാര്യമല്ല. ഇവന്റെ ഫേസ്ബുക്ക് പേജ് മുഴുവൻ പഞ്ചായത്തിലോട്ട് ജയിച്ചു. അല്ല, അത് പറയുമ്പോ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഞാൻ ഈ പെന്തക്കോസ്തുകാർക്കെതിരെ ഒരു വീഡിയോ ചെയ്തിട്ട് ഒരാളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്കെതിരെ കേസ് കൊടുക്കാൻ പോകുന്നു. ഞാൻ കൊടുക്കാൻ പറഞ്ഞു. അവൻ അടുത്തത് എന്നാ പറഞ്ഞറിയോ, നിനക്കിപ്പോ ഞങ്ങളുടെ ഈ സംഘടനയെ കുറിച്ചോ എന്തോ പെന്തക്കോസ്റ്റൽ അത് പറയുന്നില്ല, അതൊന്നും പറയുന്നുണ്ട്, ജില്ലാ സെക്രട്ടറിയാ പ്രസിഡന്റ് ആരാണ്ടാ വിളിച്ചേ എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞ പോയിന്റാണ് എനിക്ക് ഇഷ്ടപ്പെടാവുന്നത്. അതെ, ഞങ്ങളുടെ മീറ്റിങ്ങിന് വന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് വന്നത്, അദ്ദേഹം പറഞ്ഞു. ഇപ്പൊ ഞാൻ ചോദിച്ചാൽ അതിനിപ്പോ ഞാൻ വേണം. അടുത്ത പുള്ളി പറയാ, തിരുവനന്തപുരം CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ഞങ്ങളുടെ മീറ്റിംഗിൽ പങ്കെടുത്ത ആളാ. കളി ഞങ്ങളോട് കളിച്ച കളി ഞങ്ങൾ പഠിപ്പിക്കുന്നു എന്നോട് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം ഞാൻ ഇവിടെ നിന്ന് വീഡിയോ എന്നും പറഞ്ഞുകൊണ്ട് CPM-ന്റെ ജില്ലാ സെക്രട്ടറിനെ ഞാൻ വിളിക്കും, അല്ലെങ്കിൽ വി ഡി സതീശനെ വിളിക്കും, ആ MLA ഉണ്ട്, MP ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇതിപ്പോ പാസ്റ്റർ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇത്രയും എന്നെ ഭീഷണിപ്പെടുത്തിയമാര്. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ തെറ്റൊന്നും പറഞ്ഞില്ല, ഞാനുള്ള കാര്യമല്ലേ പറഞ്ഞുള്ളൂ. ഞാൻ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം ഇപ്പൊ ഈ ഒരു കാര്യം ഇപ്പൊ പറഞ്ഞത് കറക്റ്റാ. ഇപ്പൊ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇപ്പൊ ഇവിടെ ഈ പെന്തക്കോസ്തിന്റെ യോഗത്തിൽ ചെല്ലുന്നവർക്കെല്ലാം ഒരു വാക്ക് സാക്ഷ്യം പറയാനും പ്രസംഗിക്കാൻ അവസരം കൊടുത്തില്ല, പിണങ്ങും. ഒരു വാക്ക് പറയിച്ചില്ല. ഇതിപ്പോ അവിടെ പോപ്പിന്റെ അടക്കത്തിന് വന്ന എത്രയോ ലോക നേതാക്കന്മാരാ വന്നത്, ഒരക്ഷരം പോലും മിണ്ടാതെ മൗനമായിട്ട് അതിൽ പങ്കെടുത്തിട്ട് അടുത്ത വിമാനത്തിൽ തിരിച്ചു പോകാൻ. ഞാൻ ഇത്രയും വിമാനത്തിൽ ഇരുന്ന് സഞ്ചരിച്ച് ഇവിടം വരെ വന്നിട്ട് എന്നെ കൊണ്ടൊന്നും പ്രസംഗിപ്പിച്ചില്ലല്ലോ എന്ന് അവരാരെങ്കിലും പറയൂ? ഇതെല്ലാം പെന്തക്കോസിലെ പോഴത്തരവാണ്. നമ്മളൊരു കാര്യത്തിന് പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ പ്രസംഗിക്കണമെന്നൊന്നുമില്ല. അത് ഞാൻ പെന്തക്കോസുകാരുടെ ബുദ്ധി ഉപദേശത്തിന് വേണ്ടി പറഞ്ഞെന്നു.
ഓക്കെ, എന്തായാലും നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു. സമയം നമ്മുടെ ഒരുപാട് മുമ്പോട്ട് പോയി. ഞാൻ ചോദിക്കാനുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ചോദിച്ചു. പിന്നെ ശത്രുവിനെ സ്നേഹിക്കുന്നതിനെ കുറിച്ചായിരുന്നു എനിക്ക് കൂടുതൽ ചോദിക്കാനുണ്ടായിരുന്ന. പോപ്പ് ഫ്രാൻസിസ് എടുത്ത നിലപാടുകളെ കുറിച്ച്. അദ്ദേഹം ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടേണ്ട വ്യക്തി തന്നെയാണ്, ഓർമ്മിക്കപ്പെടുക തന്നെ ചെയ്യും. പക്ഷേ അവിടെയും ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ മുമ്പിൽ ഉദിച്ചു നിൽക്കുകയാണ്. അത് നമ്മളൊരു ക്വസ്റ്റ്യൻ അല്ല നമ്മുടെ മുമ്പിൽ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് പേര് കുടിയേറ്റം നടത്തിയെങ്കിൽ അതിന്റെ ഒരു പ്രത്യാഘാതം വരുന്ന നാളുകളിൽ ഇല്ല, ഇസ്ലാമിക വളരെ മുന്നോട്ട് ചെല്ലുമ്പോൾ ഇദ്ദേഹമായിരുന്നു സത്യം എന്ന് വരും. സമീപകാല ഭാവിയിലൊക്കെ ചിലപ്പോൾ അദ്ദേഹം വിമർശിക്കപ്പെട്ടേക്കാം. പക്ഷെ കുറെ കൂടെ മുന്നോട്ട് ചെല്ലും. കാരണം ക്രിസ്തു പറഞ്ഞത് അതേപടി ഉറച്ചു. ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആളാണ്. കർത്താവ് പറഞ്ഞതിന് മാറ്റമില്ലെന്നും അന്തിമ വിജയം കർത്താവിന്റെ വചനങ്ങൾക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇത് താൽക്കാലികമായിട്ട് തിരിച്ചടികൾ ഉണ്ടാകാം, പ്രതികൂലങ്ങൾ വരാം, വിയോജിപ്പുകൾ ഉണ്ടാകാം. ഇപ്പൊ തന്നെ ഒത്തിരി ക്രിസ്ത്യാനികൾ, ഞാൻ പറഞ്ഞ പല ആളുകളും ഇതിനെയൊക്കെ എതിർക്കുകയും പരിഹസിക്കുകയും അടിക്കണമെന്നൊക്കെ പറഞ്ഞു. അവരൊന്നും ക്രിസ്തുവുമായിട്ട് ബന്ധമില്ല, ക്രിസ്തുവിന്റെ മെസ്സേജുമായിട്ടും ബന്ധമില്ല. അപ്പൊ ക്രിസ്തുവിന്റെ സന്ദേശം പോപ്പ് ഫ്രാൻസിസ് ശരിക്കും ഉൾക്കൊണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഫൈനൽ വിക്ടറി അദ്ദേഹത്തിന്റെ പക്ഷത്താണ്. സ്നേഹം കൊണ്ട് മാത്രമേ ഈ ലോകത്തെ നന്നാക്കാൻ പറ്റുള്ളൂ. നന്മ കൊണ്ട് മാത്രമേ തിന്മയെ കീഴ്പ്പെടുത്താൻ പറ്റൂ. അത് ക്രിസ്തുവിന്റെ മെസ്സേജാണ്, അത് ക്രിസ്ത്യാനിറ്റിയുടെ സന്ദേശമാണ്. മറ്റേതല്ല നോൺ ക്രിസ്ത്യൻ ഐഡിയോളജീസ് ആണ്. അപ്പം ദൗർഭാഗ്യകരമായിട്ട് ഇന്ന് ക്രിസ്ത്യൻ നാമധാരികളായിട്ട് നടക്കുന്ന ഈ ക്രിസംഗികളും കാസകളും ഇവരെല്ലാം നോൺ ക്രിസ്ത്യൻ ആറ്റിറ്റ്യൂഡും നോൺ ക്രിസ്ത്യൻ മെസ്സേജുമാണ് പറയുന്നത്. ക്രിസ്തുവുമായിട്ട് അവർക്ക് ബന്ധമില്ല. ശരിയായ ഒരു ക്രിസ്ത്യാനിയെ ഞാൻ ഈ തലമുറയിൽ കണ്ടത് പോപ്പ് ഫ്രാൻസിസിനെയാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മ അനശ്വരമാകട്ടെ. ലെറ്റ് ഹിസ് മെമ്മറി ബി ഇറ്റേണൽ. താങ്ക് യു. അത്രേ എനിക്ക് പറയാം. ഇത് പറയുമ്പോ ഒരു കാര്യം കൂടെ പറഞ്ഞു. ഞാന് ഇപ്പൊ ഈ യാക്കോബായ ഓർത്തഡോക്സ് സഭയും തമ്മിലുള്ള ഇപ്പൊ ബ്രദർ പാർശ്വപ്പ് ഉൾപ്പെട്ട് നിൽക്കുന്ന ഈ യാക്കോബായ സഭ ഉണ്ടല്ലോ, അവര് പോലും ക്രിസ്തീയ ആ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ഇത്രയും പറഞ്ഞപ്പോ പറയേണ്ടി വരും. കേസും വഴക്കും അവരുടെ കേസും വഴക്കും തന്നെയല്ല, പൊതുസമൂഹത്തോടുള്ള സമീപനത്തിലും അവരൊത്തിരി മാറാനുണ്ട്. അപ്പൊ അതിനെല്ലാം ഈ കാലഘട്ടത്തിൽ ഒരു മാർഗദർശിയായിട്ട് വന്നത് ഈ പോപ്പാണ്. അപ്പൊ അതുപോലെ ഒരു ക്രിസ്ത്യൻ നേതാവ് സമീപകാലത്തൊന്നും വന്നിട്ടില്ല. അടുത്ത പോപ്പ് ഈ രീതി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അറിയത്തില്ല ആരാണ് വരുന്നത്. അപ്പൊ ഇദ്ദേഹം എന്ന വ്യക്തിയെ പറ്റി നമ്മൾ പറഞ്ഞു. അല്ല, യാക്കോബക്കാരൊന്നും പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. യാക്കോബ സഭയുടെ ഉപദേശവും ആരാധന രീതി ശരിയാണെന്നാ ഞാൻ പറയുന്നത്. അല്ല, ഈ അടിയും മകളെ എന്തെങ്കിലും തീരുവോ ഉടനെ കാലത്തെങ്ങാൻ? എന്തെങ്കിലും ഒരു പ്രതീക്ഷയുണ്ടോ? അറിയത്തില്ല. അല്ല, അത് തീരുവോ തീരുകയല്ലെന്ന് പറഞ്ഞ പാസ്റ്റർ പെട്ടുപോകും, അതുകൊണ്ടായിരിക്കും. അല്ല, തീർന്നു കഴിഞ്ഞിട്ട് വരാനിരിക്കാണോ സാജു പാസ്റ്റർ? അല്ല, ഞാൻ ഓർത്തേക്കും വരികയല്ല. ഞാൻ ജനിച്ച വളർന്ന പെന്തക്കോസ്തലിൽ ഞാൻ മരിക്കുന്നതും അതിന്റെ അകത്ത് തന്നെയായിരിക്കും. അല്ലാതെ നമുക്ക് അതിന്റെ അല്ല, എല്ലാ ആളുകളുമായിട്ട് നമ്മൾ നല്ല ബന്ധം പുലർത്തിയാ പോകുന്നത്. എല്ലാവരും കേൾക്കുക, എല്ലാവരും പഠിക്കുക. ഈ ഇസ്ലാം സഹോദരങ്ങളെ നമ്മുടെ അടുത്ത് വരാത്തതുകൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് അവരെ കേൾക്കുന്നതിന് ഒരു പണിയില്ല. ഇപ്പൊ ഇതുപോലെ തന്നെ ഞാൻ അവരോട് ചോദിച്ചേനെ. പക്ഷെ അവർക്ക് നമ്മുടെ അടുത്ത് വരാൻ താല്പര്യമില്ല. അവരുടെ വിചാരം, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആര് വന്നാലും നമ്മൾ അവരോട് വളരെ മാന്യമായിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കുള്ളൂ. അല്ലാതെ നമ്മളിവിടെ ആരെയും വിമർശിക്കുന്ന പരിപാടിയൊന്നുമില്ല. അത് ലൈവിൽ വരുമ്പോൾ, അല്ലാത്തപ്പോൾ നമ്മൾ പല കാര്യം പറയും. പക്ഷെ അവര് ധൈര്യപ്പെടുന്നില്ല വരാൻ. അതുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പൊ ഷിവ് പാസ്റ്റർ, ഞാൻ ചോദിക്കട്ടെ, ഞാനൊരു പെന്തക്കോസുകാരനായിട്ട് ഷിവ് പാസ്റ്ററെ വിളിച്ചു. ഞാൻ എത്ര പേര് എന്നെ എതിർക്കുന്നു, ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്ത് എത്ര പേര് അതിന്റെ താഴെ കമന്റ് എഴുതി. പക്ഷെ എനിക്കൊന്നും വിഷയമൊന്നുള്ള കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, ആര് വന്നാലും നമുക്കത് വിഷയമില്ല. പക്ഷെ അവരതിന് തയ്യാറാകാത്തതുകൊണ്ടാട്ടോ. അപ്പൊ എനിക്കിത് കുറെ കാര്യങ്ങൾ പഠിക്കാം, കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാം. അതുകൊണ്ട് പിന്നെ ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇപ്പൊ തന്നെ പാസ്റ്റർ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ ക്രൈസ്തവ മാർഗം എന്ന് പറയുന്നത് വഴക്കല്ല, യുദ്ധമല്ല. നമ്മുടെ എന്ന് പറയുന്നത് നന്മയാൽ തിന്മയെ ജയിക്കുക എന്നുള്ളതാണ്, ശത്രുവിനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മൾ മുമ്പോട്ട് വെക്കുമ്പോ ഒരു രാജ്യത്തിന്റെ സുരക്ഷ ആ രാജ്യം നോക്കിക്കോളും. പക്ഷെ ഒരു ആത്മീയ നേതാവ് എന്ന നിലയ്ക്ക്, ഒരു പാസ്റ്റർ എന്ന നിലയ്ക്ക്, ഞാനൊരു പാസ്റ്റർ എന്ന നിലയ്ക്ക്, ഒരു സുവിശേഷം എന്ന നിലയ്ക്ക് എനിക്ക് ഒരിക്കലും അവരെ എതിർക്കാൻ പറ്റത്തില്ല. അതാണ് അതിന്റെ ഒരു റൈറ്റ് വേ എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ക്രിസ്തീയ വിശ്വാസം നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മുടെ സ്വന്തം ബുദ്ധിക്ക് അനുസരിച്ച് പോകേണ്ടി വരും. അത് കറക്റ്റാ, അതിൻ്റെ അകത്ത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഞാൻ എല്ലാവരും കേൾക്കുമെന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം ഇത്രയും സമയം പിന്നെ ഷിബു പാസ്റ്ററുടെ വിലയേറിയ സമയം നമ്മുടെ ഈ ചാനലിന് വേണ്ടി ചെലവഴിച്ചുള്ള നന്ദി അറിയിക്കുന്നു. പല കാര്യങ്ങൾ പറഞ്ഞു. നാളെ അടുത്ത ഒരു 10 മണിക്ക് വീണ്ടും ലൈവ് ഉണ്ട്. എല്ലാ ദിവസവും 10 മണിക്ക് ലൈവ് ഉണ്ട്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെ ശ്രദ്ധയെ
ക്ഷണിക്കുകയാണ്. നാളെ രാത്രി 10 മണിക്ക് കാസയുടെ സ്ഥാപക നേതാവായ കെവിൻ പീറ്റർ സാർ ലൈവ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങളെ എല്ലാവരെയും അതിലേക്ക് ശ്രദ്ധയിലേക്ക് ക്ഷണിക്കുന്നു. പാസ്റ്റർ ഷിവ് പീഡിക്കലിനോടും ഉള്ള നന്ദി അറിയിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കണം. പാസ്റ്റർ വളരെയധികം നന്ദി. ഓക്കെ, കെവിനോട് പറഞ്ഞ നല്ല ബിരിയാണി വെക്കുന്ന എങ്ങനെയാന്ന് പറഞ്ഞു തരും. എന്നാ പിന്നെ ആയിക്കോട്ടെ.